Good afternoon. Okay, anyway, we can start. മൂന്ന് പേരിൽ ആരെങ്കിലും പ്രയർ ചെയ്യാൻ റെഡിയാണോ? കേൾക്കുന്നില്ലേ? ഓക്കെ, എക്സാം ഒക്കെ ആയതുകൊണ്ടാണോ കുറെ പേരെയൊന്നും കാണാത്തത്? 9th ബാച്ചിന് എക്സാം ആയതുകൊണ്ടായിരിക്കും. ഓക്കെ, എനിവേ വി ക്യാൻ സ്റ്റാർട്ട്. പ്രെയർ അല്ലെങ്കിൽ ഒരു സൈലന്റ് പ്രെയറോട് കൂടി സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, 3 പേര്. മാം പ്രയർ ചൊല്ലാം. ഓക്കെ ഫൈൻ. ഓക്കെ പ്ലീസ്. സോറി മാം, ചോറ് കഴിക്കായിരുന്നു, അതുകൊണ്ട് വിരിഞ്ഞിട്ട് ഓടി വന്നത്. മുഴുവൻ കഴിച്ചു കഴിഞ്ഞോ? കഴിഞ്ഞു. ഓക്കെ. ജഗദീശ രക്ഷിക്ക ഞങ്ങളെന്നും മഹീതമാം ഭക്തി തൻ ദാനമെന്നേകി അകതാരിലെങ്ങും വിളങ്ങട്ടെ ശുദ്ധി ചിരമായി വളരട്ടെ ഞങ്ങളിൽ ഭക്തി മാതൃഭൂമിക്കായി ജീവൻ ത്യജിക്കാൻ മാതൃഭൂമിക്കായി ജീവൻ ത്യജിക്കാൻ മാതൃഭൂമി തൻ ജീവിതം കാക്കാൻ ജീവിതനാഥാനീ അനുഗ്രഹമേകൂ ജഗദീശ രക്ഷിക്ക ഞങ്ങളെന്നും മഹീതമാം ഭക്തി തൻ ദാനമെന്നേകി അകതാരിലെങ്ങും വിളങ്ങട്ടെ ശുദ്ധി ചിരമായി വളരട്ടെ ഞങ്ങളിൽ ഭക്തി. ഓക്കെ, സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നിങ്ങൾ 3 പേരേ ഉള്ളൂ, റീജിയും സമീറ, ഐശ്വര്യ, അത്രയും പേരുള്ളൂ അല്ലേ? ഓക്കെ, യെസ്. എക്സാം ആയതുകൊണ്ടാണോ റീജ 9-ലൊന്നും ആരെയും കാണാത്തത്? അതായിരിക്കും മാം. ഇന്നലെ അശ്വതി മിസ് ബസ്സില് കേറിയിട്ട് കുറെ ക്വസ്റ്റ്യൻ ഒക്കെ ചോദിച്ചു, അതുകൊണ്ട് എല്ലാവർക്കും പേടിച്ചിട്ടായിരിക്കും വരാത്തത്. ശരി, ക്വസ്റ്റ്യൻസ് ചോദിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാല് PG റിലേറ്റഡ് ആണോ അതോ? PG റിലേറ്റഡ്. നമുക്ക് ഇന്നലെ എല്ലാവർക്കും ഒരു സ്റ്റേഷൻ പോയിട്ടുണ്ടായിരുന്നേ, ആരും ക്ലാരിറ്റി ആയിട്ടൊന്നും വായിച്ചിട്ടൊന്നുമില്ല. എക്സാം ആയതുകൊണ്ടായിരിക്കും. സാറിന് അങ്ങനെ ശരിയാവില്ല, ഇനിയിപ്പോ നിങ്ങൾ കുറച്ചും കൂടെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് PGന്റെ എക്സാം ഉണ്ടാവില്ലേ, അപ്പൊ നിങ്ങൾ ഇത് പഠിക്കണ്ടേ, അപ്പൊ എല്ലാരും വായിച്ചിട്ട് അത് എങ്ങനെയാന്ന് വെച്ചാല് മലയാളത്തിൽ പറയാനൊക്കെ പറഞ്ഞു. എല്ലാം കൂടെ ഞങ്ങൾക്ക് സെറ്റ് ആയില്ല, അതിന്റെ ടെൻഷനും വായിച്ചിട്ടൊന്നും മനസ്സിലായില്ല, അതുകൊണ്ട് അതൊന്നും കുറെ പേര് മുങ്ങിപ്പോയി. ഓക്കെ, എനിക്ക് സുജിതയുടെ ഒരു മെസ്സേജ് ഉണ്ടായിരുന്നു. സുജിത ഇന്ന് ആക്ച്വലി സെമിനാർ എടുക്കാൻ പ്ലാൻഡ് ആയിരുന്നു, പക്ഷെ എന്താ മോളുടെ സ്കൂളിലെ കലോത്സവം അങ്ങനെ അവിടെയാണ്. അവിടെ ഒരു കോർണർ കിട്ടിയില്ല നിന്ന് ക്ലാസ് എടുക്കാൻ, അതുകൊണ്ട് ഉണ്ടാവില്ല എന്ന് മനസ്സിലാവും. എനിവേ നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. ലെറ്റ് ദം വാച്ച് ദ റെക്കോർഡ് വീഡിയോസ് ബിക്കോസ് PG നമുക്കൊരു ടൈം ലിമിറ്റ് ഉണ്ട്, അതിനുള്ളിൽ തീർക്കണം. കാരണം PGയുടെ എക്സാമും കഴിഞ്ഞാലല്ലേ നിങ്ങൾക്ക് കോൺവെക്കേഷൻ സർട്ടിഫിക്കറ്റ് സെറമണി നടത്താൻ പറ്റുള്ളൂ. സോ ഡിലേ ആക്കാൻ പറ്റില്ലല്ലോ. സോ നിങ്ങൾ എവിടെ ഷെയർ ചെയ്യാം. സോ ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ എഡ്യൂക്കേഷണൽ സൂപ്പർവിഷൻ ഹ്യൂമൻ റിലേഷൻഷിപ്പ് അതാണെന്നാണ് എൻ്റെ ഒരു ഓർമ്മ.
നമ്മൾ ഗ്രൂപ്പ് ടെക്നിക്സും ഇൻഡിവിജ്വൽ ടെക്നിക്സും എല്ലാം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ? അത് ഇൻഡിവിജ്വൽ ടെക്നിക്സ് ആരെങ്കിലും എടുക്കാന്നോ അങ്ങനെ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടായിരുന്നോ? അതാണോ സുജിത എടുക്കാന്ന് പറഞ്ഞു? എനിക്ക് ഓർമ്മയില്ല. അത് പറയാനുണ്ടോ ഇനി? ഇൻഡിവിജ്വൽ ടെക്നിക്സ്, ഗ്രൂപ്പ് ടെക്നിക്സ് എല്ലാം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ അത് സ്കിപ്പ് ചെയ്ത് നേരെ എഡ്യൂക്കേഷണൽ സൂപ്പർവിഷനിലേക്ക് വന്നതാണോ എന്ന് എനിക്ക് ഡൗട്ട്. എനിവേ ഞാൻ അത് ഒന്നുകൂടെ ഒന്ന് ബ്രീഫ് ചെയ്യാം. നമ്മൾ സൂപ്പർവിഷന്റെ ടെക്നിക്സിനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഗ്രൂപ്പ് ടെക്നിക്സും എഡ്യൂക്കേഷൻ ഇൻഡിവിജ്വൽ ടെക്നിക്സും. അതായത് ഹോൾ ഗ്രൂപ്പിനെ, സ്റ്റാഫിനെ, ടീച്ചേഴ്സ് മാത്രമാണെങ്കിൽ അങ്ങനെ സ്റ്റാഫിനെ എല്ലാവർക്കും കൂടെ ആപ്ലിക്കബിൾ ആകുന്ന ടെക്നിക്സും, പിന്നെ ഒരാളെ ഇൻഡിവിജ്വലി ഒരാളെ എടുത്തുള്ള ടെക്നിക്സ്, അങ്ങനെ രണ്ട് രീതിയിലാണ് സൂപ്പർവിഷന്റെ ടെക്നിക്സിനെ ഡിവൈഡ് ചെയ്ത് വെച്ചത്. അപ്പൊ ഗ്രൂപ്പ് ടെക്നിക്സിലാണ് സിലബസിന്റെ ഡെവലപ്മെന്റ്, അതിന്റെ എന്തൊക്കെ വേണം, അങ്ങനെ കരിക്കുലം കൺസ്ട്രക്ഷൻ, അതിന്റെ ഡെവലപ്മെന്റ് കാര്യങ്ങളെല്ലാം ഗ്രൂപ്പ് ടെക്നിക്സിലാണ് വരുന്നത്. എല്ലാ ടീച്ചേഴ്സിന്റെയും പാർട്ട്, എല്ലാവരുടെയും റോള് അവിടെ ഉണ്ടായിരിക്കണം. പിന്നെ ഇൻ സർവീസ് എഡ്യൂക്കേഷൻ, ടീച്ചേഴ്സിനെ അപ്ഡേറ്റ് ചെയ്യാനായിട്ട്, അവരുടെ നോളജ് അവരെ ഒന്ന് അപ്ഗ്രേഡ് ചെയ്യാൻ ഒരു ഡെവലപ്മെന്റ് പ്രോഗ്രാം നടത്തുന്ന പോലെ, അല്ലെ ഒരു ഫാക്കൽറ്റി ഡെവലപ്മെന്റ് പ്രോഗ്രാം നടത്തുന്ന പോലെ ഇൻ സർവീസ് എഡ്യൂക്കേഷൻ. പിന്നെ ആക്ഷൻ റിസർച്ച്, ഗ്രൂപ്പ് ടെക്നിക്സിന്റെ ജസ്റ്റ് ആ ടൈറ്റിൽസ് ഞാനൊന്ന് ബ്രീഫ് ചെയ്ത് പോവാണ്. റിസർച്ചും എക്സ്പെരിമെന്റ്സും എല്ലാം നടത്തി ആ ഒരു ടീം വർക്ക്, ടീച്ചേഴ്സിൽ വരുന്ന ടീം വർക്ക്, എന്ത് കാര്യമാണ്, എന്ത് ആക്ഷൻ ആണോ നടക്കുന്നത് അതിനെ ഫോക്കസ് ചെയ്ത് പ്രോബ്ലംസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ പ്രോബ്ലത്തിനെയൊക്കെ സോൾവ് ചെയ്ത് ടീച്ചേഴ്സിനെ ഇക്വിപ്പ് ആക്കാനായിട്ട്, അവരെ കൂടുതൽ ക്വാളിറ്റി ഉള്ളവരാക്കാൻ വേണ്ടിയിട്ട്, എന്തെങ്കിലും ഒരു പ്രശ്നം വന്ന ഓടി ഹെഡിനെ വന്ന് ഫേസ് ചെയ്യുന്നതിന് മുമ്പ് അവർക്ക് അതിനെ സോൾവ് ചെയ്യാനായിട്ട് പറ്റണം. ആ രീതിയിൽ അവരെ പ്രാപ്തരാക്കുക നമ്മൾ പറയില്ലേ, ആ ഒരു കാര്യം. ഇതെല്ലാം ഫാക്കൽറ്റി ഡെവലപ്മെന്റിന്റെ ഭാഗമായിട്ട് നടക്കും. സൂപ്പർവിഷന്റെ ഒരു ഭാഗമാണിത്. പിന്നെ കമ്മ്യൂണിറ്റി പാർട്ടിസിപ്പേഷൻ, പാരന്റ്സുമായിട്ട് എപ്പോഴും കണക്റ്റഡ് ആയിട്ട് വരുന്നത് പ്രിൻസിപ്പളിനേക്കാൾ കൂടുതൽ ആ കുട്ടിയുടെ ക്ലാസ് ടീച്ചർ അല്ലെങ്കിൽ ആ കുട്ടിയെ പഠിപ്പിക്കുന്ന മറ്റു ടീച്ചേഴ്സ് ആണ്. അപ്പൊ ആ രീതിയിലുള്ള ഒരു കമ്മ്യൂണിറ്റി പാർട്ടിസിപ്പേഷൻ, പാരന്റ്സും സ്റ്റുഡൻസും ആയിട്ടുള്ള ടീച്ചേഴ്സിന്റെ പാർട്ട്ണർഷിപ്പ്. ഇങ്ങനെ ഒരു കാര്യം ആഡ് ചെയ്തോട്ട് ചിലര് PG വേണ്ടാന്ന് വെച്ചാലോ പിന്നീട് അത് ചെയ്യാം അങ്ങനെ ഇങ്ങനെയൊക്കെ പറയുന്നുണ്ട്. ആക്ച്വലി PG അങ്ങനെ വലിയൊരു കടലൊന്നുമല്ല. നമുക്ക് വായിച്ചാൽ മനസ്സിലാകുന്ന കുറെ കാര്യങ്ങളേ ഉള്ളൂ. അത് നിങ്ങൾ അതൊന്ന് ഇടയ്ക്ക് സമയം കിട്ടുമ്പോൾ, ഡ്രൈ ആണ് സബ്ജക്ട്, അതുകൊണ്ടാണ് സെമിനാർസ് കണ്ടക്ട് ചെയ്യുന്നത്. പിന്നെ സെമിനാർ നമുക്കുണ്ട് പ്രാക്ടിക്കൽ സൈഡിൽ, അതിന് മാർക്കും ഉള്ളതാണ്. വായിച്ചു നോക്കുക, വെറുതെ വായിച്ച ചില ന്യൂ വേർഡ്സ് ഉണ്ടെന്നേ ഉള്ളൂ. മീനിങ് നമുക്കറിയാവുന്ന ഏതെങ്കിലും കോമൺ വേർഡിന്റെ മീനിങ് തന്നെയായിരിക്കും. പുതിയ വേർഡും പഠിക്കാം, വൊക്കാബുലറി ഇൻക്രീസ് ചെയ്യാം, ഇത് മനസ്സിലാകും. ശരിക്കും ഇതിന്റെ രണ്ട് മോഡ്യൂളിന്റെയും ഒരു ഉദ്ദേശം നല്ല പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള ഹ്യൂമൻ ബീയിങ് ത്രൂ എഡ്യൂക്കേഷൻ സിസ്റ്റം വരിക. അപ്പൊ അങ്ങനെ വരുമ്പോൾ ആ എഡ്യൂക്കേഷൻ സിസ്റ്റം അതിനനുസരിച്ച് ഡെവലപ്ഡ് ആയിരിക്കണം. ആ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ അതിനനുസരിച്ചുള്ള കാര്യങ്ങൾ പ്രൊവൈഡ് ചെയ്യണം, ഫെസിലിറ്റീസ് വേണം. ഇതെല്ലാം സൂപ്പർവൈസ് ചെയ്യാനായിട്ട് ഈ കേപ്പബിൾ ആയിട്ടുള്ള ആളുകൾ വരണം. എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ ലേണറും, അതായത് എഡ്യൂക്കേറ്ററും ലേണറും വളരെ ഇമ്പോർട്ടന്റ് ആണ്. എഡ്യൂക്കേറ്റർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫെസിലിറ്റേറ്റർ, ടീച്ചർ എന്ന് പറയുന്നത്, ലേണർ സ്റ്റുഡന്റ് പ്യൂപ്പിൾ എന്നൊക്കെ നമ്മൾ പറയില്ലേ അത്. അപ്പൊ ഇവര് രണ്ടുപേരും അവിടുത്തെ മെയിൻ ഫോഴ്സുകളാണ്, മെയിൻ ക്യാരക്ടേഴ്സ്. ഒരു പ്ലേ ആണെങ്കിൽ അതിലെ മെയിൻ ക്യാരക്ടേഴ്സ് ആണ് ഇവർ രണ്ടുപേരും. ഈ ലേണർ സക്സസ്ഫുൾ ആയിട്ട് പുറത്തേക്ക് ഇറങ്ങണമെങ്കിൽ ടീച്ചർ അതിനനുസരിച്ച് കപ്പാസിറ്റി ഉള്ള ഒരാളായിരിക്കണം, ഈ എഡ്യൂക്കേറ്റർ. ആ ടീച്ചറിനെ എങ്ങനെയൊക്കെ പ്രൊമോട്ട് ചെയ്യാം, അതാണ് നമ്മൾ സൂപ്പർവിഷനിൽ കണ്ടത്. അവരെ എത്രത്തോളം അപ്ഗ്രേഡ് ചെയ്യാം, അവരെങ്ങനെ വളർത്താം, അവരെങ്ങനെ ഗ്രൂം ചെയ്യാം. ഓക്കെ, അപ്പൊ അതാണ്. നമ്മളൊരു ടീച്ചർ ആകുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും, ലൈക്ക് നമ്മൾ ഇന്ന് ഒരു ക്ലാസ് എടുത്തു, സെയിം ടോപ്പിക് തന്നെ നെക്സ്റ്റ് ഒരു ക്ലാസ്സിൽ എടുക്കാൻ പോകുമ്പോൾ നമുക്ക് ആദ്യത്തെ ക്ലാസ്സിൽ നിന്ന് കിട്ടിയ ലേണിംഗ് എക്സ്പീരിയൻസ് ആയിരിക്കും നമ്മളെ ഗൈഡ് ചെയ്യുന്നത് അടുത്ത ക്ലാസ്സിലേക്ക്. അത് നെക്സ്റ്റ് അക്കാദമിക് ഇയർ ആക്കുമ്പോൾ നമ്മളെ കുറെ കൂടെ വളർത്തും. അപ്പൊ അത് തന്നെയാണ്, അത്രയും കാര്യങ്ങളെ സത്യത്തിൽ ഇതിൽ പറയുന്നുള്ളൂ. പിന്നെ കുറച്ച് ഹിസ്റ്ററി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളും, പിന്നെ മാനേജ്മെന്റിന്റെ പല ഫങ്ഷൻസും, അഡ്മിനിസ്ട്രേഷൻ അതെങ്ങനെയായിരിക്കണം, അങ്ങനെയുള്ള കാര്യങ്ങൾ. ഒരു സ്കൂള് നിങ്ങൾ തുടങ്ങാൻ പോവുകയാണെങ്കിൽ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്ന കുറെ കാര്യങ്ങൾ ഇതിലുണ്ട്. പിന്നെ ഒരു സ്കൂളിൽ ജോയിൻ ആവാൻ പോകുമ്പോൾ ഇങ്ങനെയുള്ള ഏരിയാസ് ആ സ്കൂളിലുണ്ട് അല്ലെങ്കിൽ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിലുണ്ട്. അപ്പൊ നമ്മൾ അതെങ്ങനെ, നമുക്ക് കിട്ടുന്ന ഫെസിലിറ്റീസ് യൂസ് ചെയ്യണം, നമുക്ക് എന്തെങ്കിലും ചലഞ്ചസ് വന്നു കഴിഞ്ഞാൽ നമ്മൾ അതെങ്ങനെ സോൾവ് ചെയ്യണം, അത് ആരോട് പറയണം, ഇത്രയും കാര്യങ്ങൾ ഈ 4-5 മോഡ്യൂളിലുള്ളൂ. 5ാമത്തെ മോഡ്യൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ നമ്മൾ പറഞ്ഞ കമ്മ്യൂണിറ്റി പാർട്ടിസിപ്പേഷൻ. ഇപ്പൊ സൂപ്പർവിഷന്റെ ഗ്രൂപ്പ് ടെക്നിക്കിൽ വന്നൊരു കാര്യമാണ് കമ്മ്യൂണിറ്റി പാർട്ടിസിപ്പേഷൻ. അതിന്റെ കുറച്ച് എലാബറേറ്റഡ് വേർഷൻ ആണ് ലാസ്റ്റ് മോഡ്യൂളിൽ വരുന്നത്. നമ്മൾ സൊസൈറ്റിയുമായിട്ട്
നമ്മളുടെ നാട്ടിൽ ഒരു സ്കൂളുണ്ട് അല്ലെങ്കിൽ ഒരു കോളേജ് ഉണ്ടെന്ന് പറയുമ്പോൾ നമ്മൾ പലപ്പോഴും ഒരു ലാൻഡ്മാർക്കായിട്ട് പറയുന്നത് ആ സ്കൂളിന്റെ പേര് അല്ലെങ്കിൽ ആ കോളേജിന്റെ പേരായിരിക്കും അല്ലെ. അത്രയും ഇമ്പോർട്ടൻസ് ഉണ്ട് കമ്മ്യൂണിറ്റിയുടെ ഒരു എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്ന് പറയുമ്പോൾ. നമ്മുടെ നാട്ടിലൊരു സ്കൂൾ ഉണ്ടെന്നൊക്കെ പറയുന്നത് നമുക്കൊരു പ്രൗഡ് ആണല്ലേ. അതുകൊണ്ട് എന്റെ കുട്ടികൾ അവിടെയാണ് പഠിക്കുന്നത് അല്ലെങ്കിൽ ഞാൻ അവിടെയാണ് പഠിച്ചതെന്നൊക്കെ പറയുമ്പോൾ നമുക്കൊരു പ്രൗഡ് ഫീൽ തന്നെയായിരിക്കും പലപ്പോഴും. ഇപ്പൊ എല്ലാ ചെറിയ ചെറിയ സ്ഥലങ്ങളാണെങ്കിലും എല്ലായിടത്തും ഏതെങ്കിലും രീതിയിലുള്ള എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ഉണ്ട്. അപ്പൊ അത് ആ ഏരിയയിലുള്ള ആളുകളുമായിട്ട്, കമ്മ്യൂണിറ്റിയുമായിട്ട്, സൊസൈറ്റിയുമായിട്ട് ആ ഇൻസ്റ്റിറ്റ്യൂഷന്റെ ഒരു ബന്ധം, സ്കൂളിൽ ഒരു പ്രോഗ്രാം നടത്തുമ്പോൾ അവർ പല പല ആളുകളെ, പല മേഖലയിൽ നിന്നുള്ള ആളുകളെ ആ പ്രോഗ്രാമിലേക്ക് ഇൻവൈറ്റ് ചെയ്യും. പ്രധാനമായി ആനുവൽ ഡേ ഒക്കെ വരുമ്പോൾ അതിനകത്ത് രാഷ്ട്രീയ പ്രവർത്തകരുണ്ടാകും, സാംസ്കാരിക പ്രവർത്തകരുണ്ടാകും, പിന്നെ ഏതെങ്കിലും അച്ചീവ്മെന്റ് കിട്ടിയ ആരെങ്കിലും ഉണ്ടാകും. അങ്ങനെ പല പല കാര്യങ്ങളും, ചിലരെ നമ്മൾ ആദരിക്കും, അങ്ങനെ പല പല കാര്യങ്ങളുണ്ട്. അപ്പൊ ഒരു കമ്മ്യൂണിറ്റിയുമായിട്ട് സ്കൂളിന്റെ പാർട്ട്ണർഷിപ്പ് എങ്ങനെ, അതാണ് ലാസ്റ്റ് സബ്ജക്റ്റിൽ വരുന്നത്, 5th മോഡ്യൂളിൽ വരുന്നത്. അതുകൊണ്ട് ഇത് കുറെ ഉണ്ടല്ലോ, ഇതെനിക്ക് പഠിക്കാൻ പറ്റില്ല എന്നൊന്നും വിചാരിക്കേണ്ട. വെറുതെ വായിച്ചാൽ മനസ്സിലാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. ഈ PGയുടെ എക്സാം ഇതുവരെയും എഴുതിയ എല്ലാ ബാച്ചുകാർക്കും എബോവ് 90 മാർക്കായിരുന്നു, 90% എബോവ് കിട്ടിയിട്ടുണ്ടായിരുന്നു. 100ഉം 98 ഒക്കെയാണ് കൂടുതൽ പേർക്കും കിട്ടിയിട്ടുള്ള മാർക്ക്. അതുകൊണ്ട് സ്കോർ ചെയ്യാനും ബുദ്ധിമുട്ടൊന്നുമില്ല. ഭയങ്കര കൺഫ്യൂസിങ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യനും ഇതിൽ നിന്ന് കൊടുക്കാൻ എന്തായാലും പറ്റില്ല. അങ്ങനെ നമ്മൾ ഒരിക്കലും, നിങ്ങൾക്ക് ഇന്നലത്തെ എക്സാം കഴിഞ്ഞപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും, നിങ്ങളെ കൺഫ്യൂസ് ചെയ്യിക്കുന്ന രീതിയിൽ ക്വസ്റ്റ്യൻസ് ഇടാറില്ല. ആ ഒരു ഫണ്ടമെന്റൽസ് നിങ്ങൾക്ക് മനസ്സിലായോ എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ട് മാത്രമാണ് എല്ലാ ക്വസ്റ്റ്യൻസിന്റെയും ഒരു രീതി അതാണ്. ഈ ചൈൽഡ് ഡെവലപ്മെന്റ് ഒക്കെ വരുമ്പോൾ കുറച്ചധികം കാര്യങ്ങൾ നമ്മൾ അതിനകത്ത് പഠിച്ചിട്ടുണ്ട് ചൈൽഡ് ഡെവലപ്മെന്റിലൊക്കെ. അതൊക്കെ അതും ആ ഒരു ഡെവലപ്മെന്റ് സ്റ്റേജസിനെ കുറിച്ച് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടോ എന്ന് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് ടീച്ചേഴ്സ് പൊതുവെ ക്വസ്റ്റ്യൻസ് എടുക്കുന്നത്. അത് വേറൊരു രീതിയല്ല. ഓക്കെ, ഗ്രൂപ്പ് ടെക്നിക്സ് നമ്മളിപ്പോ സിലബസിന്റെ ഡെവലപ്മെന്റ് പറഞ്ഞു. പിന്നെ ടീച്ചേഴ്സിന് കൊടുക്കുന്ന സർവീസ്, എഡ്യൂക്കേഷൻ കൂടുതൽ അപ്ഗ്രേഡ് ചെയ്യാനായിട്ട്, അവരുടെ റോള് കൂടുതൽ മെച്ചമാക്കാനായിട്ട്, പിന്നെ അതുപോലെ തന്നെ അവരെ പ്രോബ്ലം സോൾവിങ്, അതന്നെ അവരെ പ്രാപ്തരാക്കാൻ, അവരെ എക്യുപ്പ് ആക്കുന്നു. അങ്ങനെ എന്തെങ്കിലും പ്രോബ്ലം വന്നു കഴിഞ്ഞാൽ അവർക്ക് തന്നെ സോൾവ് ചെയ്യാൻ പറ്റുന്നത്. കാരണം ഇതിൽ ലോങ് റണ്ണാണ് ഈ പ്രൊഫഷൻ എന്ന് പറയുന്നത്. നമ്മളൊരു സ്കൂളിൽ ജോയിൻ ചെയ്തു, നമുക്ക് ആ പ്രൊഫഷൻ ഇഷ്ടമാണ്. അപ്പൊ നമ്മൾ 1-2 ദിവസത്തേക്കായിരിക്കില്ല വന്നിരിക്കുന്നത്, നമ്മളൊരു വർഷങ്ങളോളം അവിടെ വർക്ക് ചെയ്യുന്നത്. അപ്പൊ എന്തെങ്കിലും ഒരു പ്രോബ്ലം വന്നു കഴിഞ്ഞാൽ നമുക്കത് സോൾവ് ചെയ്യാനായിട്ട് പറ്റണം. ആ ഒരു രീതിയിലാണ് ഇത് നടക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് കമ്മ്യൂണിറ്റി പാർട്ടിസിപ്പേഷൻ ആണ് നമ്മളിപ്പോ പറഞ്ഞത്, നമ്മുടെ കമ്മ്യൂണിറ്റിയുമായിട്ടുള്ള ബന്ധം. അപ്പൊ ടീച്ചേഴ്സ് ഏറ്റവും കൂടുതൽ കണക്റ്റഡ് ആയിരിക്കുന്നത് കുട്ടികളും അവരുടെ പാരന്റ്സും ആയിട്ടാണ്. എപ്പോഴും ടീച്ചർമാരാണ് ആ ഒരു ലിങ്ക് എന്ന് പറയുന്നത്. ഒരു സ്കൂളും പാരന്റ്സും ആയിട്ടുള്ള ലിങ്കിലെ മെയിൻ ആളുകളുടെ ടീച്ചറാണ് അല്ലെ. പിന്നെ ടീച്ചർ വിസിറ്റേഷൻ, ഇത് നമുക്ക് ചില കാര്യങ്ങൾ മനസ്സിലാക്കാനായിട്ട് വേറെ സ്കൂളുകൾ വിസിറ്റ് ചെയ്യാം. ചില ടീച്ചേഴ്സ് നമ്മുടെ സ്കൂൾ വിസിറ്റ് ചെയ്യും. പിന്നെ ചില എക്സാംസ് ഒക്കെ കണ്ടക്ട് ചെയ്യുമ്പോൾ പുറത്തുനിന്നുള്ള ടീച്ചേഴ്സ് ആണ് വരുന്നത്, ഇവിടെ നിന്നുള്ള ടീച്ചേഴ്സ് വേറെ സ്കൂളിൽ പോകും. അങ്ങനെ എക്സാം ഡ്യൂട്ടിക്കൊക്കെ ഇതെല്ലാം ടീച്ചർ വിസിറ്റേഷനിൽ പറ്റും. അതൊക്കെ ഗ്രൂപ്പായിട്ട്, അതൊരു ശരിക്കും സൂപ്പർവിഷന്റെ ഒരു ടെക്നിക്സ് പോലെ തന്നെയാണ്. പിന്നെ ചില സ്കൂളുകൾ വിസിറ്റ് ചെയ്ത് അവിടുത്തെ കാര്യങ്ങൾ മനസ്സിലാക്കും, അങ്ങനെയൊക്കെയാണ്. ഓക്കെ, അപ്പം നമ്മൾ ഗ്രൂപ്പ് ടെക്നിക്സിന്റെ കാര്യമാണ് പറഞ്ഞത്. പിന്നെ മോഡൽ, സൂപ്പർവൈസർ എപ്പോഴും ടീച്ചേഴ്സിന് പല രീതിയിലുള്ള മോഡൽസ്, പല മോക്ക് ഡ്രില്ല് പോലത്തെ പുതിയ പുതിയ കാര്യങ്ങൾ വരുമ്പോൾ അതിന്റെ ഡെമോൺസ്ട്രേഷൻ ലെസൺസ് അങ്ങനെയുള്ളതെല്ലാം പറഞ്ഞു കൊടുക്കണം. എക്സ്പീരിയൻസ്ഡ് ആയിട്ട് സ്കിൽഡ് ടീച്ചേഴ്സ്, എക്സ്പേർട്സ് എല്ലാം അത് പറഞ്ഞു കൊടുക്കണം. അപ്പൊ ആ രീതിയിലുള്ള മീറ്റിംഗ്സ് ഒക്കെ വരും. പിന്നെ റിസോഴ്സസ്, പല സ്കൂൾ എന്ന് പറയുമ്പോൾ കുറേ റിസോഴ്സസ് ആവശ്യമാണ് അല്ലെ. ബുക്സ്, പല രീതിയിലുള്ള മാനുവൽസ്, ജേർണൽസ്, അങ്ങനെ പല കാര്യങ്ങളും. ലോ കോസ്റ്റ് ടീച്ചിങ് എയ്ഡ്സ്, ഞാൻ പറഞ്ഞിരുന്നു അന്ന് ക്ലാസ്സിൽ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്ത് മെറ്റീരിയൽ ഉണ്ടാക്കുമ്പോഴും ഏറ്റവും ലോ കോസ്റ്റിൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്നതേ പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ അല്ലെ. ബാക്കി മോണ്ടിസോറി മെറ്റീരിയൽസ് എന്ന് പറഞ്ഞാൽ കോസ്റ്റ്ലി ആണ്, വേറൊന്നും കൊണ്ടല്ല, അത് റിയൽ ആയിട്ടുള്ള ഒബ്ജക്ട്സ് കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ളതാണ്, ഡ്യൂപ്ലിക്കേറ്റ്സ് ഒന്നുമല്ല. എല്ലാം നമ്മൾ വാങ്ങിയതും എല്ലാം റിയൽ തന്നെയായിരുന്നു. അപ്പൊ അതുകൊണ്ട് അത് കോസ്റ്റ്ലിയാണ്. നമുക്കത് ഉണ്ടാക്കാനോ വാങ്ങാനോ ചിലപ്പോൾ ഈ പറയുന്ന പോലെ മെറ്റീരിയൽ കോസ്റ്റ് കൂടുതലായിരിക്കും. അതുകൊണ്ട് നിങ്ങളെ ഉണ്ടാക്കിയിട്ടുള്ളതെല്ലാം ലോ കോസ്റ്റ് വരുന്ന ടീച്ചിങ് മെറ്റീരിയൽസ് മാത്രമേ ഉണ്ടാക്കിയിട്ടുള്ളൂ. പിന്നെ മൾട്ടിമീഡിയ ടെക്നോളജി, അതിൻ്റെയൊക്കെ ഒരു ആവശ്യം. പിന്നെ സ്കൂൾ വിസിറ്റ്, സ്റ്റഡി ടൂർ, എഡ്യൂക്കേഷണൽ ട്രിപ്പ്, അങ്ങനെ പല കാര്യങ്ങളും വരും. കോൺഫറൻസസ് വരും. പിന്നെ ഇൻഫർമേഷൻസ് സ്പ്രെഡ് ചെയ്യാൻ, ഇൻഫർമേഷൻസ് സർക്കുലേറ്റ് ചെയ്യാൻ, ന്യൂ ഐഡിയാസ് വരുമ്പോൾ അത് സർക്കുലേറ്റ് ചെയ്യാം. പിന്നെ സ്റ്റാഫിന്റെ എല്ലാം മീറ്റിംഗ്, ഇതെല്ലാം ഗ്രൂപ്പ് ടെക്നിക്സിൽ വരും. ഇൻഡിവിജ്വൽ ടെക്നിക്സ് എനിക്ക് തോന്നുന്നു ഞാൻ എടുത്തില്ല എന്ന് തോന്നുന്നു. ഇത്
സുജിത ഏതെടുക്കാന്ന് പറഞ്ഞതുപോലെ ഒരു ഓർമ്മ. എനിവേ സുജിതയ്ക്ക് ജോയിൻ ചെയ്യാൻ പറ്റില്ല. നമുക്ക് ആ ഇൻഡിവിജ്വൽ ടെക്നിക്സ് എന്താണെന്ന് പറഞ്ഞിട്ട് പോവാം. സുജിത പറയുന്ന സെമിനാർ എടുക്കുമ്പോൾ നമുക്ക് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കുകയും ചെയ്യാനും. സോ ഒരു സൂപ്പർവിഷന്റെ ടെക്നിക്സിലെ ഗ്രൂപ്പ് ടെക്നിക്സ് ആയിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ. നെക്സ്റ്റ് വൺ ഇൻഡിവിജ്വൽ ടെക്നിക്സ്. അതായത് ഒരു ടീച്ചർ ഇപ്പൊ നമ്മളെ ആണെന്ന് നമ്മൾ മനസ്സിൽ വിചാരിക്കുക. നമ്മളെ സൂപ്പർവൈസ് ചെയ്യാൻ, നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ, നമ്മളെ അപ്ഗ്രേഡ് ചെയ്യാൻ, നമ്മളെ ഗ്രൂം ചെയ്യാൻ എന്തെല്ലാം ടെക്നിക്സ് ആണ് സൂപ്പർവിഷൻ ഇൻഡിവിജ്വലി ചെയ്യുന്നതെന്ന് നോക്കാം. ക്ലാസ് റൂം ഒബ്സർവേഷൻ ആൻഡ് കരിക്കുലം. ടീച്ചിങ് പ്രാക്ടീസിന് പോയവർക്ക് ചിലപ്പോൾ അനുഭവം ഉണ്ടാവുമായിരിക്കും. ചിലപ്പോൾ നമ്മൾ ടീച്ചിങ് പ്രാക്ടീസിന് പോകുന്ന സ്കൂളിൽ ആ സ്കൂളിലെ ഹെഡ് ഓഫ് ദി ഇൻസ്റ്റിറ്റ്യൂഷനോ പ്രിൻസിപ്പൽ എച്ചോ ആരെങ്കിലും വന്നിട്ട് കുറച്ചു നേരം ക്ലാസ്സിൽ വന്നിരിക്കും. അല്ലെങ്കിൽ നമ്മൾ എടുക്കുന്ന സബ്ജക്റ്റിന്റെ റിലേറ്റഡ് ഒരു ടീച്ചർ വന്നിരിക്കും, ആരെങ്കിലും അങ്ങനെ. പിന്നെ നിങ്ങൾ പഠിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് ഒരു സ്റ്റാഫ് വിസിറ്റ് ചെയ്യാറുണ്ട്. അത് പക്ഷേ നമുക്കിങ്ങനെ ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോം ആയതുകൊണ്ട് എല്ലാവരും പല ഭാഗങ്ങളിലുള്ളവരല്ലേ, എല്ലാ ഏരിയയിലേക്കും എത്താൻ പറ്റില്ല. അതേസമയം നമ്മളിപ്പോ ഒരു സ്ഥലത്തെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയി നേരിട്ട് പോയി പഠിക്കുവാണെങ്കിൽ ആ ഏരിയയിലുള്ള ആളായിരിക്കും. അപ്പൊ നിങ്ങൾ എവിടെയാണോ ടീച്ചിങ് പ്രാക്ടീസിന് പോകുന്നത് അവിടെ വിസിറ്റ് ചെയ്യാറുണ്ട്, അങ്ങനെ ഒരു പതിവുണ്ട്. അപ്പൊ ഒരു ക്ലാസ് റൂം ഒബ്സർവേഷൻ ആൻഡ് കരിക്കുലം, അതിന്റെ ഇതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രൊവൈഡ് ചെയ്യേണ്ടതുണ്ടോ, സപ്പോർട്ട് എന്തെങ്കിലും വേണോ, അല്ലാതെ വേറൊന്നിനും അല്ല. അനാലിസിസ് തന്നെയാണ്, ഇവാലുവേഷനും തന്നെയാണ്, പക്ഷെ എന്നാലും അത് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതായിരിക്കും. ഓക്കെ, സോ അതാണ് ക്ലാസ് റൂം ഒബ്സർവേഷൻ ആൻഡ് കരിക്കുലം. സൂപ്പർവൈസർ ഒരു കരിക്കുലത്തിന്റെ ഒരു പാർട്ട് ഏതെങ്കിലും ഒരു ടീച്ചർ എടുക്കുവാണെങ്കിൽ, ഫോർ എക്സാമ്പിൾ സയൻസിലെ ഏതെങ്കിലും ഒരു ടോപ്പിക് ആ ഒരു സിലബസിൽ ഒരു ടീച്ചർ എടുക്കുമ്പോൾ ജസ്റ്റ് ഒന്ന് ഒബ്സർവ് ചെയ്യുക. ടീച്ചർ അതിനകത്ത് എന്തെല്ലാം കാര്യങ്ങളാണ് ചെയ്യുന്നത്, കൂടുതൽ എന്തെങ്കിലും ചെയ്യാനായിട്ട് ആ ടീച്ചർ ഹെൽപ്പ് ചെയ്യുന്നു, അങ്ങനെയുള്ള കാര്യങ്ങൾ. ലേണിംഗ് എക്സ്പീരിയൻസസ് എന്താണ്, ലേണിംഗ് പ്രോസസ് എങ്ങനെ പോകണം, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ടീച്ചർക്ക് വേണ്ടിയിട്ട് സൂപ്പർവൈസർ പ്രൊവൈഡ് ചെയ്യുന്നു. ഓക്കെ, നെക്സ്റ്റ് ക്ലാസ് റൂം ഒബ്സർവേഷൻ ആൻഡ് പ്രൊഫഷണൽ ഗ്രോത്ത്. സെയിം തന്നെയാണ്, ഞാൻ അതും കൂടെ ആഡ് ചെയ്തിട്ട് തന്നെയാണ് പറഞ്ഞത്. ഒരു കോമൺ ടെക്നിക് തന്നെയാണ്. ഇപ്പൊ ഞാൻ പറഞ്ഞ കാര്യം ടീച്ചിങ് പ്രാക്ടീസിന് പോകുമ്പോൾ വന്ന് നോക്കുന്നതും അങ്ങനെയുള്ള കാര്യങ്ങളും. ടീച്ചറും കുട്ടികളും തമ്മിലുള്ള ഒരു കണക്ഷനാണ്. സൂപ്പർവൈസർ അവിടെ പ്രസന്റ് ആയിരിക്കും, ഒരു വിറ്റ്നസ്, അത് ഒബ്സർവ് ചെയ്യാൻ. പലപ്പോഴും ആ ക്ലാസ് റൂമിൽ നടക്കുന്ന കാര്യങ്ങളെല്ലാം റെക്കോർഡ് ചെയ്യുന്ന രീതിയിൽ. പിന്നെ ഡ്യൂറിങ് ഒബ്സർവേഷൻ നോക്കും, ഇത് ഒരു ലെസൺ ടീച്ചർ പ്രൊവൈഡ് ചെയ്യുവാണ്, പ്രസന്റ് ചെയ്യുവാണ് കുട്ടികൾക്ക്. അപ്പൊ നെക്സ്റ്റ് ടൈം കൊടുക്കുമ്പോൾ അതിലെന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തണോ, ടീച്ചറെ കൂടുതലായിട്ട് എന്തെങ്കിലും ഹെൽപ്പ് ചെയ്യാനുണ്ടോ, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം സൂപ്പർവൈസർ നോക്കും. പിന്നെ ടീച്ചറും സ്റ്റുഡൻസും തമ്മിലുള്ള ഇന്ററാക്ഷൻ നോക്കും. ടീച്ചർ ആ ഒരു ക്ലാസ് പ്രസന്റ് ചെയ്യുന്ന സമയത്ത് ആ ഒരു പേഴ്സണാലിറ്റി എങ്ങനെയാണ്, അവരുടെ ആ ഒരു ഫിസിക്, അവരുടെ ബോഡി ലാംഗ്വേജ്, അവരുടെ ആ ഒരു അപ്പിയറൻസ്, ആ ഒരു പ്രസന്റേഷൻ, അങ്ങനെയുള്ള കാര്യങ്ങൾ. അപ്പൊ ഇത് എന്തെങ്കിലും ചെറിയ കുറവുകൾ മാത്രമല്ല സൂപ്പർവൈസർ നോക്കുന്നത്, ടീച്ചറുടെ പോസിറ്റീവ് സൈഡും നോക്കും. ആ പ്രസന്റേഷനിൽ എങ്ങനെയാണ്, അതായത് ടീച്ചർക്ക് സ്ട്രെങ്ത് എന്താണ്, ടീച്ചർക്ക് പോസിറ്റീവായിട്ട് ടീച്ചറുടെ കാര്യങ്ങളെല്ലാം നോക്കും. അതിനെ കൂടുതൽ പ്രൊമോട്ട് ചെയ്യണം. എന്തെങ്കിലും ഒരു എന്താ പറയുക, ഒരു ഡ്രോബാക്ക് പോലെ എന്തെങ്കിലും കുറവുകൾ കണ്ടു കഴിഞ്ഞാൽ അതിനെ ഓവർകം ചെയ്യാനായിട്ട് ആ ടീച്ചറെ ഹെൽപ്പ് ചെയ്യും. ഇതൊക്കെയാണ് ഇൻഡിവിജ്വൽ ടെക്നിക്കിൽ വരുന്നത്. പിന്നെ പ്രൊമോട്ടിങ് പ്രൊഫഷണൽ ലീഡർഷിപ്പ്. പിന്നെ പലപ്പോഴും ഒരു സൂപ്പർവൈസർക്ക് ഈ എല്ലാ ടീച്ചർമാരും, ഇപ്പൊ സ്കൂളിൽ ഒരു 20 ടീച്ചർമാരുണ്ട്, 20 ടീച്ചർമാരുടെ അടുത്തും ഇതുപോലെ ഇൻഡിവിജ്വലി പോയി കാര്യങ്ങൾ ചെയ്യാൻ ചിലപ്പോൾ പറ്റിയെന്ന് വരില്ല. അപ്പൊ അങ്ങനെ വരുമ്പോൾ നല്ല പ്രൊഫഷണൽ ആയിട്ടുള്ള ടീച്ചറെ കണ്ടെത്തി അവരെ എൻകറേജ് ചെയ്യും. അവരെ ഒന്ന് ലീഡർഷിപ്പ്, ആ ഒരു പ്രൊഫഷണലി ആ കാര്യം ചെയ്യാൻ വേണ്ടിയിട്ട്. ഇപ്പൊ നിങ്ങളുടെ കോഴ്സ് സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ഇപ്പൊ നിങ്ങൾ ഫോളോ ചെയ്യുന്ന കാര്യമല്ലേ, ആഴ്ചയിൽ 2 പേര് കോർഡിനേറ്റേഴ്സ് ആയിട്ട് വരണം. അവരുടെ അടുത്ത് നമ്മൾ ആരൊക്കെയാണ് പ്രെയർ സൈൻ ഔട്ട്, തോട്ട് ഓഫ് ദി ഡേ ഒക്കെ പറയുന്നത് ആരാണെന്ന് പറയണമെന്നൊക്കെ പറഞ്ഞത്. അത് അതൊരു ലീഡർഷിപ്പിന്റെ ഭാഗമാണ്. പക്ഷെ അതിന്റെ അർത്ഥം നമ്മൾ റൂള് ചെയ്യുക എന്നുള്ളതല്ലല്ലോ. നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നു നമ്മുടെ ഹോൾ ക്ലാസ്സിന്. എങ്ങനെ കാര്യങ്ങൾ മുന്നോട്ട്, പ്രോഗ്രാംസ് ഒക്കെ ഉണ്ടെങ്കിൽ അതിനെങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാം എന്നുള്ള രീതിയിൽ അവരെ സപ്പോർട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. പ്രൊമോട്ടിങ് പ്രൊഫഷണൽ ലീഡർഷിപ്പ് എന്ന് പറയുന്നത്. അപ്പം അവരും ഏകദേശം ഒരു സൂപ്പർവൈസറി ഫംഗ്ഷൻ പോലെ തന്നെ ചെയ്യുന്നു അല്ലെ. ഇനി എൻകറേജ് പ്രൊഫഷണൽ റൈറ്റിംഗ്. പിന്നെ പലപ്പോഴും പല കാര്യങ്ങള് റെക്കോർഡിക്കലാക്കിയിട്ട് റൈറ്റപ്പ് അങ്ങനെ രീതിയിൽ വെക്കേണ്ടതായിട്ട് വരും. അത്
പിന്നെ ചില ആളുകൾക്ക് എഴുതാനുള്ള കഴിവുണ്ടാവും. പലപ്പോഴും സ്റ്റാഫ് സെക്രട്ടറി ആയിട്ടൊക്കെ വെക്കും. മീറ്റിംഗ്സ് ഒക്കെ വെക്കുമ്പോൾ മീറ്റിംഗ്സിന്റെ മിനിറ്റ്സ് ഒക്കെ എഴുതി കറക്റ്റ് ആ ഫോർമാറ്റിൽ ഓർഡറിൽ അവർ എഴുതും. പ്രോഗ്രാംസ് എന്തെങ്കിലും വെക്കുമ്പോൾ ആ പ്രോഗ്രാമിന്റെ ഒരു പ്ലാനിങ് അതും അവർ ഒരു എഴുതി വെക്കും. അപ്പൊ അങ്ങനെയുള്ളവരുടെ, അങ്ങനെ എഴുതാൻ കഴിവുള്ളവരുടെ എന്തൊക്കെയാണ് ഇവർക്ക് കേപ്പബിലിറ്റീസ് ഉണ്ടാകുന്നത് അതിനെയെല്ലാം എൻകറേജ് ചെയ്യുക, അങ്ങനെയുള്ള കാര്യങ്ങൾ വരും. ഓക്കെ. പിന്നെ റിസർച്ച്. നമ്മളൊരു കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞ് നമ്മൾ ചിലപ്പം അതിനെപ്പറ്റി ഒരു അനാലിസിസ് നടത്തും, ഒരു സ്റ്റഡി അല്ലെ നടത്തും. ഇനി എങ്ങനെ നമുക്ക് ബെറ്റർ ആക്കാം, അല്ലെങ്കിൽ നമുക്ക് കൂടുതലായിട്ട് എന്തെങ്കിലും ആഡ് ചെയ്യേണ്ടതുണ്ടോ, നമുക്ക് അതിന് എന്തെല്ലാം കാര്യങ്ങൾ വേണം, അങ്ങനെ ഒരു റിസർച്ച് അനാലിസിസ് അത് സൂപ്പർവൈസർക്ക് ഒറ്റയ്ക്ക് ചിലപ്പോൾ ചെയ്യാൻ പറ്റില്ല. ടീച്ചേഴ്സുമായിട്ട് കൂടിയിരുന്ന് ആലോചിച്ച്, ഇപ്പൊ ലാംഗ്വേജ് ഏരിയയിൽ നമുക്ക് എന്തെങ്കിലും ചെയ്യാനായിട്ട് പറ്റും. കുട്ടികളുടെ ലാംഗ്വേജ് ഒന്ന് ഡെവലപ്പ് ചെയ്യണം, അല്ലെങ്കിൽ കുട്ടികളെ കൂടുതൽ ഇവന്റ്സിൽ പുറത്ത് കൊണ്ടുപോയി പല ഇവന്റ്സിലും പങ്കെടുപ്പിക്കണം. ക്വിസ് കോമ്പറ്റീഷൻ, അല്ലാതെയുള്ള പ്രോഗ്രാം, സ്പോർട്സ്, അങ്ങനെയുള്ളത്. അപ്പൊ അങ്ങനെയൊക്കെ വരുമ്പോൾ ടീച്ചറുമായിട്ട് ഇരുന്ന് ഡിസ്കസ് ചെയ്ത് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ അതിന് സൊല്യൂഷൻസ് കണ്ടുപിടിക്കുക. ഇതൊക്കെയാണ് ഇൻഡിവിജ്വൽ ടെക്നിക്സിൽ വരുന്നത്. അപ്പൊ നമ്മൾ ഗ്രൂപ്പ് ടെക്നിക്സും പറഞ്ഞു, ഇൻഡിവിജ്വൽ ടെക്നിക്സും പറഞ്ഞു. ഗ്രൂപ്പ് ടെക്നിക്സ് എന്ന് പറഞ്ഞാൽ ഓവറോൾ എല്ലാ ടീച്ചർമാരുമായിട്ട് ചേർന്ന് സൂപ്പർവൈസർ ചെയ്യുന്ന സൂപ്പർവൈസറി ടെക്നിക്സ് ആണ് ഗ്രൂപ്പ് ടെക്നിക്സിൽ വരുന്നത്. ഇൻഡിവിജ്വൽ ടെക്നിക്സ് എന്ന് പറയുമ്പോൾ ഓരോ ടീച്ചറുമായിട്ട് കണക്ട് ചെയ്ത് സൂപ്പർവൈസർ അവരെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ കൊടുക്കുന്ന സൂപ്പർവൈസറി ടെക്നിക്സ്. സംടൈംസ് എല്ലാ ടീച്ചറിലേക്ക് എത്താൻ സൂപ്പർവൈസർക്ക് പറ്റാതെ വരുമ്പോൾ അവരെ ഒന്ന് ലീഡർഷിപ്പ് പ്രൊമോട്ട് ചെയ്യുകയും ചെയ്യും, അതേസമയം സൂപ്പർവൈസറുടെ ആ ജോലി ഒന്ന് ഈസി ആക്കുകയും ആകും. അപ്പൊ അങ്ങനെ പ്രൊഫഷണൽ ആയിട്ടുള്ള ടീച്ചേഴ്സിനെ കണ്ടുപിടിച്ച് അവരെ എൻകറേജ് ചെയ്യിക്കുന്നു. അതിങ്ങനെ എന്താ പറയാ സർക്കുലേറ്റ് ചെയ്ത് വരും. ഒരു ടൈമിൽ ഒരു ടീച്ചർ ആണെങ്കിൽ നെക്സ്റ്റ് ടൈം അടുത്ത ആൾക്ക്. അപ്പൊ അവരുടെ ലീഡർഷിപ്പ് അതിനെ പ്രൊമോട്ട് ചെയ്യുന്ന രീതിയിൽ വരും. ഇനി എഡ്യൂക്കേഷണൽ സൂപ്പർവിഷൻ ആൻഡ് ഹ്യൂമൻ റിലേഷൻസ്, അതാണ് നെക്സ്റ്റ്. ഈ ഒരു ടോപ്പിക് അങ്ങ് കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ സൂപ്പർവിഷൻ എന്നുള്ള ഒരു ചാപ്റ്റർ തീരും. ഇത്രയും നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് ഇതിനകത്ത് കഥ പോലെ വീണ്ടും വന്നിരിക്കുന്നത്. ഹ്യൂമൻ റിസോഴ്സ് ഇംപ്രൂവ്മെന്റ്, അതായത് ശരിക്കും സൂപ്പർവിഷനിൽ എന്താ നടക്കുന്നത്? ഒരു എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഹ്യൂമൻ റിസോഴ്സ് വളരെ കൂടുതലാണ്. സ്റ്റുഡൻസ്, ടീച്ചേഴ്സ്, ഓരോ വർഷം കഴിയുന്നതോറും പുതിയ പുതിയ ബാച്ചുകളാണ് വരുന്നത്. പുതിയ പുതിയ കുട്ടികൾ അഡ്മിഷൻ എടുക്കുന്നു. ഹയർ ക്ലാസ്സിലുള്ളവരെ പാസ് ഔട്ട് ആയിട്ട് പുറത്തേക്ക് പോകുന്നു. ടീച്ചേഴ്സ് അപ്ഗ്രേഡഡ് ആകുന്നു. ചിലപ്പോൾ പുതിയ സ്റ്റാഫ് വരുന്നു. ഇങ്ങനെ പല കാര്യങ്ങളും ഒരു എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷനിൽ നടക്കും. ഹ്യൂമൻ റിസോഴ്സസ് ആണ് ശരിക്കും അവിടെ ഉള്ളത്. ആ റിസോഴ്സിന്റെ ഇംപ്രൂവ്മെന്റ് തന്നെയാണ് സൂപ്പർവിഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. മാക്സിമം പോസിബിൾ, അതായത് ഈ വരുന്ന ഹ്യൂമൻ റിസോഴ്സിനെ മാക്സിമം അവരുടെ എല്ലാ തലങ്ങളിലുള്ള ഡെവലപ്മെന്റ് മാക്സിമം ആക്കുന്ന രീതിയിലാണ് സൂപ്പർവിഷൻ നടക്കുന്നത്. ഇതിന്റെ ബെനിഫിറ്റ് എന്താ? ഇൻസ്റ്റിറ്റ്യൂഷനും ഉണ്ട്, ആസ് വെൽ ആസ് ആ ടീച്ചേഴ്സിനും ഉണ്ട്, സൊസൈറ്റിക്ക് ഉണ്ട്, ആ കുട്ടികൾക്കുണ്ട്, അല്ലെ? ഓരോ ഫാമിലിയിലേക്കും ഉണ്ട്. അങ്ങനെ എല്ലാ ഫാമിലിയിലേക്കും ആകുമ്പോൾ ആ ഒരു കുട്ടികളിലേക്ക് തന്നെ വരും. ഒരു സൊസൈറ്റി, ഇതിന്റെയൊക്കെ ബെനിഫിറ്റ്സ് എല്ലാവരിലേക്കും പോകുന്നു. ഇത് സാധാരണ ഒരു ജനറലി പറഞ്ഞതാണ്. സൂപ്പർവിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹ്യൂമൻ റിസോഴ്സിന്റെ ഇംപ്രൂവ്മെന്റ്, ഡെവലപ്മെന്റ്, അപ്ഗ്രഡേഷൻ, അതൊക്കെയാണ് സൂപ്പർവിഷൻ എന്ന് ഉദ്ദേശിക്കുന്നത്. എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷനിൽ ഈ ഹ്യൂമൻ റിസോഴ്സ് എന്ന് പറയുമ്പോൾ അവിടുത്തെ വർക്കേഴ്സ് എല്ലാവരും ഉണ്ടാവും, എല്ലാ ജോലിക്കാരും, അതുപോലെ തന്നെ സ്റ്റുഡൻസും, പ്രിൻസിപ്പള്, ടീച്ചേഴ്സ്. ചിലപ്പോൾ ചില ഇൻസ്റ്റിറ്റ്യൂഷൻ വലിയ വലിയ കോളേജൊക്കെ ആകുമ്പോൾ ലെക്ചേഴ്സ് ഉണ്ടാവും, അസിസ്റ്റന്റ് പ്രൊഫസേഴ്സ് ഉണ്ടാവും, അസോസിയേറ്റ് പ്രൊഫസേഴ്സ് ഉണ്ടാവും, പ്രൊഫസേഴ്സ് ഉണ്ടാകും. അങ്ങനെ അങ്ങനെ പല പല രീതിയിലുള്ള സ്റ്റാഫുകൾ ഉണ്ടാകും. പല സ്റ്റാഫ്, ടീച്ചിങ് ആൻഡ് നോൺ ടീച്ചിങ് സ്റ്റാഫ് വരും, പിന്നെ സ്റ്റുഡൻസ്. ഈ എഡ്യൂക്കേഷൻ സൂപ്പർവിഷനിലെ ഹ്യൂമൻ റിസോഴ്സ് എന്ന് പറയുന്നത് ഇവരെല്ലാമാണ്. വർക്കേഴ്സ്, ടീച്ചിങ് സ്റ്റാഫും നോൺ ടീച്ചിങ് സ്റ്റാഫും ആണെന്ന് പറയുന്നത്. ഇതൊക്കെ വായിച്ചാൽ നമുക്ക് മനസ്സിലാവുന്ന കാര്യമുള്ളൂ. കാണുമ്പോൾ നമുക്ക് തോന്നുന്നു എന്തോ കാര്യമൊക്കെയാണ്. അപ്പൊ ഇവരുടെ എല്ലാവരുടെയും കൂട്ടായ ഒരു പ്രവർത്തനം തന്നെയാണ് ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് വളരാൻ, അതിന് നല്ല റിസൾട്ട് ഉണ്ടാവാനുള്ള കാരണം. ക്ലീനിങ് സ്റ്റാഫ് ഒരാഴ്ച ഇല്ലാന്ന് വിചാരിച്ചു, വല്ലാത്തൊരു ക്ലൈമറ്റ് ആയിരിക്കും അവിടെ, അല്ലെ? നമുക്ക് ക്ലീൻ ആകാത്ത ഒരു അന്തരീക്ഷത്തിൽ നിന്ന് ക്ലാസ് എടുക്കേണ്ടി വരിക, അവിടെ ഇരിക്കേണ്ടി വരിക,
രാവിലെ തുടങ്ങി വൈകുന്നേരം വരെ നമ്മളൊരു എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷനിൽ ടൈം സ്പെൻഡ് ചെയ്യേണ്ടതായിട്ട് വരും. അങ്ങനെ വരുമ്പോൾ അവിടെ ഒന്നും ക്ലീൻ ചെയ്തിട്ടില്ല, ടോയ്ലറ്റ്സ് ക്ലീൻ അല്ല, ഫ്ലോറൊക്കെ ക്ലീൻ അല്ല, പൊടി പിടിച്ച് നാശമായിട്ടിരിക്കുന്നു, ഡസ്റ്റ്ബിൻ എല്ലാം നിറഞ്ഞിരിക്കുന്നു. ക്ലീൻ ചെയ്യുന്ന സ്റ്റാഫ് ഒരു 1 വീക്ക് വേണ്ട, ഒരു 1 ഡേ അല്ലെങ്കിൽ 2 ഡേ ഇല്ലെങ്കിൽ പോലും അത് ബാധിക്കും അല്ലെ. അപ്പൊ അതുകൊണ്ട് എല്ലാ വർക്കേഴ്സിന്റെയും ഒരു ലിങ്ക്ഡ് എഫേർട്ട്, എല്ലാവരുടെയും കൂടെ ഒരുമിച്ചുള്ള എഫേർട്ട് മാത്രമാണ് നമുക്ക് ശരിക്കും ആ ഒരു ടീച്ചിങ് ആൻഡ് ലേണിംഗ് എൻഹാൻസ് ചെയ്യാൻ പറ്റുള്ളൂ. ടീച്ചേഴ്സ് മാത്രം ഉണ്ടായാൽ പോരാ ഈ ലേണിംഗ് പ്രോസസ് നല്ല രീതിയിൽ നടക്കാൻ, എല്ലാ സ്റ്റാഫും. ഓക്കെ, അപ്പൊ എല്ലാവരുടെയും കൂടിയുള്ള ഒരു എഫേർട്ട്, ലിങ്ക്ഡ് എഫേർട്ട്. അപ്പൊ നോൺ ടീച്ചിങ് അല്ലെങ്കിൽ സപ്പോർട്ടിങ് സ്റ്റാഫ് അത് സപ്പോർട്ട് സർവീസസ് പ്രൊവൈഡ് ചെയ്യുന്നു. ക്ലീനിങ്ങിന്റെ കാര്യം പറഞ്ഞതുപോലെ അക്കൗണ്ട്സ് നോക്കുന്നവരുണ്ടാകും, സ്റ്റോക്ക് നോക്കുന്നവരുണ്ടായിരിക്കും, കുട്ടികൾക്ക് ചിലപ്പോൾ ഫുഡ് പ്രൊവൈഡ് ചെയ്യുന്ന സ്ഥലമാണ്, നോൺ മീൽസ് പ്രൊവൈഡ് ചെയ്യുന്ന സ്ഥലമാണെങ്കിൽ അത് തയ്യാറാക്കുന്നവരുണ്ടാകും. അങ്ങനെ എന്തൊക്കെ നോക്കി കഴിഞ്ഞാലും ഇവരുടെ എല്ലാവരുടെയും കൂടെ ഒരു കണക്ഷൻ, ഒരു അറ്റാച്ച്മെന്റ്, ആ ഒരു നെറ്റ്വർക്ക് ആണ്, സപ്പോർട്ട് സ്റ്റാഫാണ് അവരെല്ലാം എഫക്റ്റീവ്ലി ഇതിൽ ഇൻവോൾവ് ആയിരിക്കണം. എന്നാൽ മാത്രമാണ് എഡ്യൂക്കേഷണൽ ഒബ്ജക്റ്റീവിന്റെ അച്ചീവ്മെന്റ് അത് കറക്റ്റ് ആവുള്ളൂ. അപ്പൊ അവരുടെ ഒരു പൊട്ടൻഷ്യൽ, അവരുടെ റോള് വളരെ വലുത് തന്നെയാണ്. സ്റ്റുഡൻസ് ഓരോരോ ഭാഗങ്ങളിലുള്ള ആളുകൾ പറയുവാണ് കേട്ടോ, ഓരോരോ പാരഗ്രാഫിലായിട്ട്. സ്റ്റുഡൻസ് എന്ന് പറയുന്നത് ഒരു ഇൻസ്റ്റിറ്റ്യൂഷന്റെ വളരെ വലിയ പാർട്ടാണ് അല്ലെ. ശരിക്കും കസ്റ്റമർ ഈസ് ദ കിങ് എന്ന് പറയുന്ന പോലെ സ്റ്റുഡൻസ് ആണ് അവിടുത്തെ മെയിൻ ആളുകൾ. അവര് ആണ് അവിടെ പഠിക്കുന്നത്. അതുകൂടാതെ അവർക്കാണ് അവര് റിസൾട്ട് ഓറിയന്റഡ് ആയിട്ട് പുറത്തേക്ക് ഇറങ്ങുമ്പോഴാണ് ആ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ആ ഒരു പേര് കിട്ടുന്നത്. കണ്ടിട്ടില്ലേ ചില സ്കൂളുകളിലൊക്കെ 10th ടോപ്പിൽ വന്നവരുടെ പേരുകൾ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ടാവും. വർഷങ്ങളായിട്ട് ഓരോ വർഷം ഇറങ്ങിയ ബാച്ചിലെ ടോപ്പേഴ്സിന്റെ ഒരു പേര് അത് എഴുതി വെച്ചിട്ടുണ്ടാവും. മിക്ക ഇൻസ്റ്റിറ്റ്യൂഷൻസിലും അത് കാണാം. അവരുടെ അച്ചീവ്മെന്റും കാര്യങ്ങളും പറയുന്ന പോലെയുള്ള കാര്യങ്ങളെല്ലാം അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പൊ ഒരു അങ്ങനെ സ്റ്റുഡൻസ് നല്ല രീതിയിൽ എഡ്യൂക്കേഷൻ ഒബ്ജക്റ്റീവ്സ് ഒക്കെ അച്ചീവ് ചെയ്ത് അവർ പുറത്തേക്ക് ഇറങ്ങുമ്പോഴേക്കും അത് ആ ഇൻസ്റ്റിറ്റ്യൂഷന്റെ ഒരു പ്രൗഡ് തന്നെയാണ്. പിന്നെ പലപ്പോഴും സ്റ്റുഡൻസിനെ നമ്മൾ പല പൊസിഷനിൽ വയ്ക്കും. സ്റ്റുഡന്റ് കോർഡിനേറ്ററിനോ അല്ലെങ്കിൽ ക്ലാസ് വൈസ് ലീഡറിനോ, അങ്ങനെയുള്ള അവരുടെ പൊട്ടൻഷ്യൽ അനുസരിച്ച്. അപ്പൊ അങ്ങനെയാവുമ്പോൾ മാനേജ്മെന്റിന് സ്റ്റുഡൻസുമായിട്ട് എന്തെങ്കിലും ഉള്ള ലിങ്ക് ഇവരായിരിക്കും ശരിക്കും ഈ ലീഡർ അല്ലെങ്കിൽ ആ പോസ്റ്റിലുള്ളവർ എന്നായിരിക്കും. സ്റ്റുഡൻസിന് അവരുടെ പൊട്ടൻഷ്യൽ യൂസ് ചെയ്ത് വളരെ എഫക്റ്റീവ്ലി അവർക്ക് അവരുടെ റോള് പെർഫോം ചെയ്യാനായിട്ട് പറ്റും. സ്റ്റുഡൻസ് വരുമ്പോൾ പലപ്പോഴും സെമിനാർസ്, പേപ്പർ പ്രസന്റേഷൻ, ഡിബേറ്റ്സ്, ഇലക്യൂഷൻസ് അങ്ങനെയൊക്കെ വരുമ്പോൾ അവരതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നു. അത് മാത്രമല്ല അവർ പുറത്ത് പോയിട്ട് ഹയർ എന്തെങ്കിലും പ്രോഗ്രാംസ് ഒക്കെ നടത്തുമ്പോൾ പുറത്തുള്ള സ്ഥലങ്ങളിൽ പോയിട്ട് മറ്റു പല സ്കൂളുകളുമായിട്ട് കോമ്പീറ്റ് ചെയ്യുന്നു. അങ്ങനെ പല രീതിയിലുള്ള അച്ചീവ്മെന്റ് ത്രൂ സ്റ്റുഡൻസ് ആണ് വരുന്നത്. ഒരു സൂപ്പർവൈസർ, ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ ഒരു സൂപ്പർവൈസർ ഉണ്ടെങ്കിൽ ആ സൂപ്പർവൈസർക്ക് പല ആളുടെ ബിഹേവിയർ, ആളുടെ മോറൽ വാല്യൂസ് എല്ലാം വളരെ ഇമ്പോർട്ടന്റ് ആണല്ലേ. അങ്ങനെയുള്ള ഒരാൾക്ക്, അതെല്ലാം ഒരാൾക്ക് മാത്രമാണ് ഇങ്ങനെ ഒരു എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷനിൽ കാര്യമായ രീതിയിൽ അവരെ സപ്പോർട്ട് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പൊ സൂപ്പർവൈസർ എപ്പോഴും ആ ബിഹേവിയർ, ആളുടെ ബിലീഫ്, വാല്യൂസ്, ഇന്റർപേഴ്സണൽ സ്കിൽസ്, ആ ഇൻസ്റ്റിറ്റ്യൂഷനകത്തുള്ള ആളുകളുമായിട്ട് എങ്ങനെ ഇന്ററാക്ട് ചെയ്യുന്നു അങ്ങനെയുള്ള കാര്യങ്ങൾ, അവരുടെ ഇന്ററാക്ഷൻ, പിന്നെ റിലേഷൻഷിപ്പ് വിത്ത് സുപ്പീരിയർ, പിന്നെ ഈ സൂപ്പർവൈസർ മുകളിൽ ഒരാളുണ്ടെങ്കിൽ അവരുമായിട്ടുള്ള റിലേഷൻഷിപ്പ്, പിന്നെ പീർ ഗ്രൂപ്പുമായിട്ടും സബോർഡിനേറ്റ്സ് താഴെ വരുന്ന സ്റ്റുഡൻസുമായിട്ടുള്ള റിലേഷൻഷിപ്പ് എല്ലാം വളരെ ഇമ്പോർട്ടന്റ് തന്നെയാണ്. ഓരോ സിറ്റുവേഷനിലും എങ്ങനെ സൂപ്പർവൈസർ, അതിന് പ്രത്യേക റൂൾസും അങ്ങനെ കാര്യങ്ങളൊന്നുമില്ല. അത് ആ സൂപ്പർവൈസ്ഡ് ഒരു എന്താ പറയാ, അയാളുടെ ഒരു രീതി, എങ്ങനെയാ ഓരോ സിറ്റുവേഷൻസിലും കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യണം എന്നുള്ളത്. സിറ്റുവേഷനനുസരിച്ച് അതിൽ ഇൻവോൾവ് ആയിരിക്കുന്ന ആളുകളെ അനുസരിച്ചാണ് അയാൾ അത് ഹാൻഡിൽ ചെയ്യുന്നത്. ഓക്കെ, എഫക്റ്റീവ് സൂപ്പർവിഷന് വേണ്ടുന്ന പല കാര്യങ്ങളും പറയുന്നുണ്ട്. സെൻസിറ്റിവിറ്റി ടു ദി വാല്യൂസ്, പെർസെപ്ഷൻസ്, അയാളുടെ ഒരു കാഴ്ചപ്പാട്, എക്സ്പെക്ടേഷൻസ് ഓഫ് അതേഴ്സ്, ഇതെല്ലാം ഇതിന്റെ ഒരു ഇമ്പോർട്ടന്റ് ഡയമെൻഷൻ ആണ് എഫക്റ്റീവ് സൂപ്പർവിഷന്റെ. കാരണം പല കാഴ്ചപ്പാടുള്ള വ്യക്തികളുണ്ടാകും. അപ്പം അവരെ മനസ്സിലാക്കാനും എങ്ങനെ ആ കാര്യങ്ങൾ എങ്ങനെ സോർട്ട് ഔട്ട് ചെയ്യണം എന്നുള്ളതെല്ലാം സൂപ്പർവൈസർ മനസ്സിലാക്കണം.
ഓക്കെ, അപ്പൊ ഇതൊക്കെയാണ് എഫക്റ്റീവ് സൂപ്പർവിഷന്റെ കാര്യങ്ങൾ. അപ്പൊ അതിന് പറ്റുന്ന കണ്ടീഷൻസ് എങ്ങനെ ഡിസൈൻ ചെയ്യാം, ഇൻസ്റ്റിറ്റ്യൂഷൻ നല്ലൊരു അറ്റ്മോസ്ഫിയർ, അതുപോലെ തന്നെ നല്ലൊരു സിറ്റുവേഷൻസ് ഈ സൂപ്പർവൈസറെ അത് സൂപ്പർവൈസറെ എൻകറേജ് ചെയ്യും. സൂപ്പർവൈസറെ ഭയങ്കരമായിട്ട് റോള് ചെയ്യുക, അങ്ങനെയൊക്കെ രീതിയിൽ സുപ്പീരിയർ ഓഫീസറിൽ നിന്നൊക്കെ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് പാടായിരിക്കും. പക്ഷെ ആ നല്ലൊരു അറ്റ്മോസ്ഫിയർ അയാൾക്ക് പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുക, ഒരു ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഒരു എൻവിയോൺമെന്റ്, അങ്ങനെയൊക്കെ ആകുമ്പോൾ സൂപ്പർവൈസർ ഏത് പ്രശ്നങ്ങളാണെങ്കിലും അത് നല്ല രീതിയിൽ തന്നെ ഡീല് ചെയ്ത് ഇൻസ്റ്റിറ്റ്യൂഷന്റെ എക്സ്പെക്ടേഷൻസും വാല്യൂസിനും മാച്ച് ആവുന്ന രീതിയിൽ കൊണ്ടുപോകും. ഇനി പലരും സൂപ്പർവൈസറെ കുറിച്ച് പല ഓതേഴ്സും പറഞ്ഞ കാര്യങ്ങൾ താഴെ വരുന്നുണ്ട്. ഈ ലീക്കേർട്ട് എന്നുള്ള ഒരു ഓതർ പറഞ്ഞത്, സൂപ്പർവൈസർ എന്ന് പറയുന്നത് ഹു ഹാവ് ദ മോസ്റ്റ് കോപ്പറേറ്റീവ് ഡെമിനോ എന്ന് പറയുന്നത് ബിഹേവിയർ ആറ്റിറ്റ്യൂഡ്, ആ ഒരു ആറ്റിറ്റ്യൂഡൽ ബിഹേവിയർ, അതിന് താഴെ കുറെ ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ട്. സൂപ്പർവൈസർ സപ്പോർട്ടീവ് ആയിരിക്കണം, ഫ്രണ്ട്ലി ആയിരിക്കണം, ഹെൽപ്ഫുൾ ആയിരിക്കണം, റാദർ ദാൻ ഹോസ്റ്റൈൽ എന്ന് അൺഫ്രണ്ട്ലി, കൈൻഡ് ബട്ട് നല്ല ബോൾഡ് ആയിരിക്കണം, ഫേം, ഒരിക്കലും ത്രട്ടൻ ചെയ്യരുത്, ഇങ്ങനെ വാൺ ചെയ്യുക, ത്രട്ടൻ ചെയ്യുക, ആ രീതിയിലുള്ള പെരുമാറ്റമൊന്നും ഉണ്ടാകരുത്. ഭയങ്കര ജെന്യുവൻ ആയിട്ട് പെരുമാറണം. അതൊക്കെ നമുക്ക് ഇത്രയും കഴിഞ്ഞപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും അല്ലെ. സബോർഡിനേറ്റ്സിനോടാണെങ്കിലും ആളുകളെ വളരെ സെൻസിറ്റീവ് ആയിട്ട് തന്നെ ട്രീറ്റ് ചെയ്യണം, അത് ഒരു പരിഗണന കൊടുക്കണം, കൺസിഡറേറ്റീവ്. ഓക്കെ, അപ്പൊ ഒരു എന്താ പറയാ, ജസ്റ്റ്ഫുൾ ആയിട്ട്, ലൈക്ക് അങ്ങനെ ഒരു എല്ലാരോടും വളരെ ലോയൽ, ഒരു നീതിയോടുകൂടി ആ രീതിയിൽ പെരുമാറണം. അപ്പോൾ ആളുകളോടും പെരുമാറണം, ഇൻസ്റ്റിറ്റ്യൂഷന് വേണ്ടിയിട്ടും സൂപ്പർവൈസർ വർക്ക് ചെയ്യണം. പിന്നെന്തൊക്കെയാ സൂപ്പർവൈസറുടെ ക്വാളിറ്റീസ് അങ്ങനെ ലിസ്റ്റ് ഔട്ട് ചെയ്ത് ഇങ്ങനെ പറയുന്നുണ്ട്. honesty, ability and motivation of subordinates rather than distrust and things. യു ഇല്ല അവിടെ, കാരണം നമുക്കൊരു വിശ്വാസം തോന്നണം ആ ഒരു ആളോട്, ഒരു ആക്സെപ്റ്റൻസ്, ഒരു സ്വീകാര്യത എന്നൊക്കെ പറയില്ലേ, ആക്സെപ്റ്റൻസ് തോന്നണം. പിന്നെ സബോർഡിനേറ്റ്സിനെ മോട്ടിവേറ്റ് ചെയ്യാനായിട്ടുള്ള എബിലിറ്റി, അതെല്ലാം ഒരു സൂപ്പർവൈസർക്ക് ഉണ്ടാകണം. പിന്നെ ടീമിനെ ഒരുമിച്ച് ചേർത്ത് പിടിക്കുക, ടീം സ്പിരിറ്റ് എന്നൊക്കെ പറയുന്ന പോലെ. ഇതൊക്കെയാണ് ഇതിനകത്ത് വരുന്നത്. സൂപ്പർവൈസർ ഓരോ സബോർഡിനേറ്റ്സിനെയും ഹാൻഡിൽ ചെയ്യുന്ന രീതി എന്നുവെച്ചാൽ എല്ലാവരോടും ഒരുപോലെ തന്നെ പെരുമാറണം. പിന്നെ ആരെങ്കിലും ഏതെങ്കിലും ഒരു ഏരിയയില് എന്തെങ്കിലും ഹെൽപ്പ് വേണമെങ്കിൽ ആ ഓരോ സബോർഡിനേറ്റ്സിനെയും അവരുടെ ജോലി ചെയ്യാനായിട്ട് മാക്സിമം അവരെ സപ്പോർട്ട് ചെയ്യണം. നെക്സ്റ്റ് ലെവലിലേക്ക് പോകുന്തോറും അവർ കൂടുതൽ അപ്ഗ്രേഡ് ആയിട്ട് പോകുന്ന രീതിയിൽ സൂപ്പർവൈസറെ പ്രൊമോട്ട് ചെയ്യണം. ഓക്കെ, ഇത്രയൊക്കെ ഉള്ളൂ. നല്ലൊരു വർക്കിംഗ് ടീമായിട്ട് കൊണ്ടുപോകണം, ആ ഒരു ട്രസ്റ്റ് ഉണ്ടായിരിക്കണം ടീമിന് സൂപ്പർവൈസറോട്. ഓക്കെ, ഇതാണ് സൂപ്പർവിഷൻ. ഇതായിരുന്നു, ഇത്രയും കാര്യങ്ങളാണ് വരുന്നത്. ഓക്കെ, അതിലൊക്കെ സെമിനാറൊക്കെ എടുക്കണമെന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് സെഷൻസിലൊക്കെ എടുക്കാം. ഞാൻ എന്തായാലും നെക്സ്റ്റ് ലെസണിലേക്ക് പോവാണ്. നെക്സ്റ്റ് ഞാൻ നിങ്ങൾക്ക് എടുക്കുന്നത് ക്വാളിറ്റി മാനേജ്മെന്റ് ഇൻ എഡ്യൂക്കേഷൻ 7th യൂണിറ്റ്. 4ഉം ഞാനായിരിക്കും എടുക്കുന്നത്. എനിക്ക് 4 എടുത്തിട്ട് 7 എടുത്താൽ മതിയോ? ഏത് വേണം? രണ്ടും വളരെ സിമ്പിൾ യൂണിറ്റ്സ്, 4 and 7. ട്രാൻസാക്ടിങ് ദ കരിക്കുലം ആൻഡ് ഇവാലുവേറ്റിംഗ് ദ ഡെവലപ്പിംഗ് ടീച്ചർ. കരിക്കുലത്തിന്റെ ആ ഒരു ഡിസൈനും ഡെവലപ്പ് ചെയ്യുന്ന ടീച്ചറെ എങ്ങനെ ഇവാലുവേറ്റ് ചെയ്യുക, അതാണ് 4th യൂണിറ്റ്. 7th വൺ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിലെ ക്വാളിറ്റി മാനേജ്മെന്റിന്റെ ആണെങ്കിലും ആ സിസ്റ്റത്തിലുള്ള ക്വാളിറ്റി എക്സാംസ് കണ്ടക്ട് ചെയ്യുന്നതും അങ്ങനെയുള്ള കാര്യങ്ങളാണ് 7th യൂണിറ്റിൽ വരുന്നത്. ഏത് ലെസൺ വേണം? ഏതാ? മിസ്സിന്റെ ഇഷ്ടം പോലെ എടുത്തോ. ഓക്കെ, അതിൽ 4ഉം 7ഉം ഞാൻ തന്നെ എടുക്കേണ്ടത്. നമുക്ക് എന്താ 4 എടുത്തിട്ട് സൂപ്പർവിഷന്റെ തൊട്ട് മുകളിലുള്ള ചാപ്റ്റർ ആണ് കേട്ടോ. 4ന്റെ പേര് കേൾക്കുമ്പോ കുറച്ച് ടഫ് ഉള്ള പോലെ ഉണ്ടല്ലോ മാം. ക്വാളിറ്റി മാനേജ്മെന്റ് ഇൻ എഡ്യൂക്കേഷൻ സിമ്പിൾ ആയിട്ട് തോന്നുന്നു. 66 എളുപ്പമാണ്. ഇത് എന്താ പറയാ, ടീച്ചേഴ്സിനെ ഡെവലപ്പിംഗ് ടീച്ചേഴ്സിനെ എങ്ങനെ ഇവാലുവേറ്റ് ചെയ്യും, ആ കരിക്കുലം എങ്ങനെ നല്ല രീതിയിൽ ഡിസൈൻ ചെയ്ത് ഡെവലപ്പ് ചെയ്യണം, അതൊക്കെയാണ് ഇതിനകത്ത്. ഓക്കെ, പേജ് നമ്പർ 66.
സൂപ്പർവിഷനില് എർലിയർ ഡേയ്സ് സൂപ്പർവിഷൻ എങ്ങനെയായിരുന്നു കണ്ടിരുന്നത്? പുതിയ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ സൂപ്പർവിഷൻ അല്ലെങ്കിൽ സൂപ്പർവൈസർ എങ്ങനെയായിരിക്കണം, ആളുടെ ക്വാളിറ്റീസ്, ആളെങ്ങനെയാണ് ടീച്ചേഴ്സിനെ ഡെവലപ്പ് ചെയ്യുന്നത്, ഇൻസ്റ്റിറ്റ്യൂഷന്റെ ഒബ്ജക്റ്റീവിലേക്ക് എത്താൻ ആളുടെ റോൾ എന്താണ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിരുന്നു നമ്മൾ സൂപ്പർവിഷനിൽ പറഞ്ഞത്. ടൈപ്സ് ഓഫ് സൂപ്പർവിഷൻ ഇത്രയും മാത്രമേ ഉള്ളൂ കേട്ടോ. മോഡ്യൂൾ 4 ഫസ്റ്റ് യൂണിറ്റ് കഴിഞ്ഞു. എഡ്യൂക്കേഷണൽ മാനേജ്മെന്റ്, മീനിങ്, നേച്ചർ ആൻഡ് സ്കോപ്പ് കഴിഞ്ഞു. സെക്കൻഡ് യൂണിറ്റോ എഡ്യൂക്കേഷൻ മാനേജ്മെന്റ് ഇൻ അക്കാദമിക് ഏരിയ. ബാക്കി ഒരുവിധം എല്ലാം കഴിഞ്ഞു മാം. പിന്നെ ലാസ്റ്റ് സെക്ഷനിലുള്ള ഒരു ചാപ്റ്റർ മിൽട്രോസ് മാം എടുക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. മൊഡ്യൂൾ 5 ദ എലമെന്റ്സ്, അതിന് മാം എടുക്കാന്ന്. ഞാനാണ് ഏറ്റവും സ്ലോ ആയിട്ട് പോയതാണ്. ഈ 2 ചാപ്റ്റേഴ്സ് വളരെ ഈസിയാണ്, ഇങ്ങനെ വായിച്ചതിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്ന കുറച്ച് കാര്യങ്ങൾ എല്ലാം തന്നെ. ചിലതിൽ ഇങ്ങനെ കുറെ റിപ്പീറ്റ് ചെയ്താണ് പലതും വരുന്നത്. ഈ ക്വസ്റ്റ്യൻ ഇതുവരെ ഒരു പ്രശ്നങ്ങളൊന്നും PG സെഷനിൽ കുട്ടികളെല്ലാരും പറയുന്നത്. കാരണം അവർക്ക് ഭയങ്കര സ്കോർ കിട്ടുന്ന 2 പേപ്പറാ PG-ന്. എക്സാം ഈസിയാണ്, അങ്ങനെ ടഫായിട്ടൊന്നുമില്ല. ഈവൻ ഓപ്ഷൻസ് വായിക്കുമ്പോൾ തന്നെ ആൻസർ മനസ്സിലാവും. നമുക്ക് എന്തെങ്കിലും കൺഫ്യൂഷൻ ക്വസ്റ്റ്യനിൽ വന്നാൽ തന്നെയും എല്ലാ ക്വസ്റ്റ്യനും അങ്ങനെ തന്നെയാണെന്ന് എനിക്ക് തോന്നുന്നു, എല്ലാ പേപ്പറും. അത്യാവശ്യം ചാപ്റ്റേഴ്സ് കവർ ചെയ്തെന്ന് തോന്നുന്നു PG-യുടെ. അപ്പൊ ഇനി 9th-ന്റെ PG എക്സാം വരാറായിട്ടുണ്ടോ? 9th-ന്റെ മെയിൻ എക്സാം നടക്കുക ഇപ്പൊ, അതായത് ഡിപ്ലോമ സെഷന്റെ, അത് കോമൺ സബ്ജക്റ്റിന്റെ എക്സാം നടക്കുന്ന 2ാമത്തെ പേപ്പറാണ്. അപ്പൊ അത് കഴിയുമ്പോൾ ആ ഡേറ്റിനെ പറ്റി ഐഡിയ ഉണ്ടാവും. അപ്പോഴേക്കും മിക്കവാറും നമ്മുടെ കഴിയണല്ലോ, കാരണം 9 നമ്മുടെ കൂടെ പഠിക്കുവാണല്ലോ. അപ്പൊ എനിക്ക് തോന്നുന്നു 9ന്റെ കൂടെ പറ്റുമായിരിക്കും. മാം അപ്പൊ ഒന്ന് ചോദിച്ചിട്ട് മാമിന്റെ ചോദിച്ചിട്ട് പറഞ്ഞു. മാം ഇത് കഴിഞ്ഞ് അതിന്റെ വാലയിൽ തന്നെ PG ഉണ്ടാവും അല്ലേ? ആഷ്മി, ചിലപ്പോ നിങ്ങൾക്ക് ഡിപ്ലോമ ഇതിന്റെ മുന്നേ PG അങ്ങനെ തരില്ല. നിങ്ങളുടെ മെയിൻ കോമൺ ആ സബ്ജക്റ്റിന്റെ കഴിഞ്ഞിട്ടേ PG വരുള്ളൂ. ആഷ്മി ഇത് ചിലപ്പോ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവേണ്ട വരും ഡെലിവറിക്ക് വേണ്ടി, അതുകൊണ്ടാണ് പറഞ്ഞത്. MT9 മാം, നമ്മളത് ഇപ്പൊ എക്സാം നെക്സ്റ്റ് വീക്ക് ഓൾമോസ്റ്റ് തീരില്ലേ? അത് കഴിഞ്ഞ ഒരു 1 വീക്കും കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ PG-യുടെ പോർഷൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ PG-യുടെ ഡേറ്റ് വരും. ഓക്കെ. ട്രാൻസാക്ടിങ് ദ കരിക്കുലം ആൻഡ് ഇവാലുവേറ്റിംഗ് ദി ഡെവലപ്പിംഗ് ടീച്ചർ. നമ്മൾ സൂപ്പർവിഷനിൽ ഓൾറെഡി ടീച്ചറെ ഡെവലപ്പ് ചെയ്യുന്ന ഒരു മെത്തേഡ് തന്നെയായിരുന്നു സൂപ്പർവിഷൻ എന്ന് പറയുന്നത്. ട്രാൻസാക്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതെങ്കിലും രീതിയിൽ കരിക്കുലം കണ്ടക്ട് ചെയ്യുക, ക്യാരി ഔട്ട് ചെയ്യുക, എന്നിട്ട് ടീച്ചേഴ്സിന്റെ ഡെവലപ്മെന്റ് അത് ഇവാലുവേറ്റ് ചെയ്യുക, അതാണ് വരുന്നത്. 66 ആണ് പേജ്. നിങ്ങൾ ടീച്ചിങ് പ്രാക്ടീസിന് പോയ കാര്യവുമായിട്ട് നമുക്കിതിനെ കണക്ട് ചെയ്യാനായിട്ട് പറ്റും. ഇന്റേൺഷിപ്പ് എക്സ്പീരിയൻസസ് അല്ലെ, ടീച്ചറിന്റെ ഒരു എബിലിറ്റി. ആ ഒരു ഇന്റേൺഷിപ്പിന് പോകുമ്പോൾ നിങ്ങൾ തന്നെ ഒരു സെൽഫ് അനാലിസിസ് ചെയ്യാറില്ലേ? നിങ്ങളെ തന്നെ ഇവാലുവേറ്റ് ചെയ്യാറുണ്ട്. അത് തന്നെയാണ്. അപ്പൊ ഇനി നെക്സ്റ്റ് ഡേ ഞാൻ പോകുമ്പോൾ ഇങ്ങനെ ചെയ്യാം, കുട്ടികൾക്ക് ഇത് ഇഷ്ടപ്പെട്ടു, അപ്പൊ അതിൽ കുറച്ച് ഇന്നോവേറ്റീവ് ആയിട്ട് കാര്യങ്ങൾ ചെയ്യാന്ന് നമ്മൾ തന്നെ നമ്മളെ അങ്ങ് വളർത്തും. അത് തന്നെയാണ് ഇവിടെ വരുന്നത്. നീഡ് ഫോർ കോംപ്ലിമെന്ററി സ്ട്രക്ചേഴ്സ് ആൻഡ് മെക്കാനിസംസ്. അപ്പൊ ടീച്ചിങ് ലേണിംഗ് സെന്റേഴ്സ് എസ്റ്റാബ്ലിഷ് ചെയ്യുക. നമ്മുടെ മറിയ മോണ്ടിസോറി ചെയ്തതും അങ്ങനെയായിരുന്നു. അവർ ഈ മെത്തേഡ് ഡിസൈൻ ചെയ്തു, ആ മെത്തേഡ് അപ്ലൈ ചെയ്തു, അവർക്ക് കോള് വന്നു ഒരു സ്ഥലത്ത് ഇത് തുടങ്ങാനായിട്ട്, അവിടെ ചെയ്തു, അതെല്ലാവരും അതിനെ ആക്സെപ്റ്റ് ചെയ്തു. ഭയങ്കര ഒരു ആക്സെപ്റ്റൻസ് ആയിരുന്നു ആ ഒരു മെത്തേഡിന്.
അത് കഴിഞ്ഞപ്പോൾ അവർക്ക് ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നും അവരെ ആളുകൾ അന്വേഷിക്കാൻ തുടങ്ങി. ഇവർക്ക് മനസ്സിലായി, കാരണം ഇവർ ഒരാള് മാത്രം ഇത് അറിഞ്ഞിട്ട് കാര്യമില്ല. അവരെന്താ ചെയ്തത്? ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ, ടീച്ചർമാരെ ഡെവലപ്പ് ചെയ്തെടുക്കാനുള്ള ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ പലയിടത്തായിട്ട് തുടങ്ങി. അത് തന്നെയാണ് നമ്മളുടെ ഇവിടെ ഒരു ട്രാൻസാക്ടിങ് ദ കരിക്കുലം ആൻഡ് ഇവാലുവേറ്റിംഗ് ദ ഡെവലപ്പിംഗ് ടീച്ചർ എന്ന് പറയുന്നത്. ടീച്ചിങ് ലേണിംഗ് സെന്റേഴ്സ്, അതാണ് TLC നമ്മുടെ ഷോർട്ട് ഫോമിൽ കൊടുത്തിരിക്കുന്നത്. അപ്പൊ ഈ TLC എന്ന് പറയുന്നത് ഒരു പ്ലാറ്റ്ഫോമാണ്, ഒരു വർക്ക്ഷോപ്പ് പോലെ. ഈ ടീച്ചറുടെ പ്രൊഫഷണൽ സ്കിൽസ്, അതായത് സ്റ്റോറി ടെല്ലിങ്, ഇപ്പൊ നമ്മൾ ഈ ഏരിയയിൽ ചെയ്തില്ലായിരുന്നു, നിങ്ങളോട് പറഞ്ഞു ഇന്നവേറ്റീവ് ആയിട്ട് നിങ്ങൾ സ്റ്റോറി പറയണം. വോയിസ് മോഡുലേഷൻ ചേഞ്ച് ചെയ്ത് പറയുന്നത് തന്നെ ഭയങ്കര ഒരു കഴിവാണ് അല്ലെ. ആ ഒരു സ്റ്റോറിയുടെ രീതി അനുസരിച്ചും അതിലെ ക്യാരക്ടേഴ്സിനനുസരിച്ചും ക്യാരക്ടേഴ്സിനെ ഇമിറ്റേറ്റ് ചെയ്യുന്ന രീതിയിൽ നമ്മൾ ശബ്ദം ഉണ്ടാക്കിയിട്ടൊക്കെ സ്റ്റോറി പറയും. സ്റ്റോറി നറേഷൻ അതൊരു പ്രത്യേക കഴിവ് തന്നെയാണ്. നമ്മളത് പറഞ്ഞു കൊടുക്കുമ്പോൾ കുട്ടികൾ ഭയങ്കരമായിട്ട് ഒബ്സർവ് ചെയ്യും, കുട്ടികളും അതുപോലെ തന്നെ ഇമിറ്റേറ്റ് ചെയ്യാൻ നോക്കും. നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ആ സ്റ്റോറിയിലെ ക്യാരക്ടേഴ്സിനനുസരിച്ച് നിങ്ങൾ മാസ്ക് ഉണ്ടാക്കുവാണെങ്കിൽ നന്നായിരിക്കും എന്നും പറഞ്ഞിട്ട്. അപ്പൊ മാസ്ക് ആയി ചെന്ന് സ്റ്റോറി നറേറ്റ് ചെയ്തപ്പം കുട്ടികൾ കുറെ കൂടെ ഇൻവോൾവ് ആയി, ഇൻട്രസ്റ്റ് ആയി അവർക്ക്. ഇത് തന്നെയാണ് അപ്പൊ നമ്മളുടെ അങ്ങനെയുള്ള കുറെ പ്രൊഫഷണൽ സ്കിൽസ് അതിനെ നല്ല രീതിയിൽ ഡെവലപ്പ് ചെയ്തെടുക്കുക. ഇവിടെ ഒരു പുനു വാക്ക് ആ ഒരു സെക്കൻഡ് പാരഗ്രാഫിൽ രണ്ടാമതുണ്ട്, ടോയർ എന്ന് പറയുന്നത്. അതെന്ന് പറഞ്ഞാൽ എൻറ്റയർ റേഞ്ച് ഓഫ് സ്കിൽസ് ഓർ ആപ്റ്റിറ്റ്യൂഡ്. ആപ്റ്റിറ്റ്യൂഡ് എന്നുള്ളതും സ്കിൽ എന്നുള്ളതും നമുക്ക് വളരെ പരിചിതമായ വാക്കുകളാണ്. റെപ്പർട്ടോയർ എന്നുള്ള വാക്ക് ഞാൻ ആദ്യമായിട്ട് കേട്ടു. ഞാനതിന്റെ മീനിങ് ഒക്കെ നോക്കി കണ്ടുപിടിച്ചു വെച്ചു. നമ്മളുടെ ഓവറോൾ എല്ലാ മനുഷ്യനും എന്തെങ്കിലും സ്കിൽ ഉണ്ടാകും, എന്തെങ്കിലും ഒരു നമ്മൾ അഭിരുചി ആപ്റ്റിറ്റ്യൂഡ് ഉണ്ടായിരിക്കും. അപ്പൊ അതിന്റെ ആ ഒരു എൻറ്റയർ റേഞ്ച്, എന്തൊക്കെ അങ്ങനെയുള്ള കഴിവുകൾ ഉണ്ടോ അതിനെയൊക്കെ നല്ല രീതിയിൽ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരിക എന്നുള്ള രീതിയിലാണ് TLC, ടീച്ചിങ് ലേണിംഗ് സെന്റേഴ്സ്. അത് അങ്ങനെയുള്ളൊരു അവർ പ്രൊവൈഡ് ചെയ്യുന്ന പ്ലാറ്റ്ഫോം, ഒരു വർക്ക്ഷോപ്സോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പ്രൊവൈഡ് ചെയ്യും. ടീച്ചർമാർക്കെല്ലാം പുതിയ അക്കാദമിക് ഇയർ സ്റ്റാർട്ട് ചെയ്യുമ്പോഴേക്കും കുറെ ട്രെയിനിങ് ഒക്കെ കിട്ടും. ഞാൻ ക്ലാസ്സിൽ ഷെയർ ചെയ്തോന്ന് അറിയില്ല, ഏതൊരു ക്ലാസ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. 7th ബാച്ചിലൊരു റീന ഉണ്ടായിരുന്നു. റീന BTech പഠിച്ചിട്ട് ഫൈനൽ ഇയർ ആയപ്പോൾ ഡിസ്കണ്ടിന്യൂ ചെയ്ത ഒരാളാണ്. ഭയങ്കര വിഷമാണ് ആ ഒരു കാര്യം ആലോചിക്കുമ്പോഴൊക്കെ റീനയ്ക്ക് വിഷമം വരും. കാരണം വേറൊന്നും കൊണ്ടല്ല, റീനയുടെ മാരേജ് നടന്നു, റീനയ്ക്ക് പിന്നെ പഠിക്കാൻ പറ്റാതായി. അതാണ് സംഭവിച്ചത്. ടീനേജ് ഉള്ള 2 മക്കളും ഉണ്ട് റീനയ്ക്ക്. റീന ബോൺ ആൻഡ് ബ്രോട്ടപ്പ് നാസിക്കിലായിരുന്നു, പിന്നെ ആലുവയിൽ വന്ന് സെറ്റിൽ ചെയ്തു. റീനയുടെ ഒരു പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ റീനയ്ക്ക് നല്ല ലാംഗ്വേജ്, ഇംഗ്ലീഷും ഹിന്ദി മറാഠിയൊക്കെ നന്നായി റീനയ്ക്ക് അറിയാം. അപ്പോ റീന ക്ലാസ്സിൽ എപ്പോഴും റീനയുടെ സങ്കടം പറയും, ഞാനത് ഡിസ്കണ്ടിന്യൂ ചെയ്തു അങ്ങനെ പറഞ്ഞ നല്ല വിഷമമുണ്ട് റീനയ്ക്ക്. ഞാൻ പറഞ്ഞു ഇതൊരു ടേണിംഗ് പോയിന്റ് ആയിട്ട് എടുക്കും റീന എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് നമ്മുടെ റെക്കോർഡ് റൈറ്റിംഗ് ഒക്കെ വന്നപ്പോഴേക്കും നമുക്ക് സ്റ്റോറി റൈം ഒക്കെ ഓൺ ക്രിയേഷൻ ഉണ്ടല്ലോ, അത് പറഞ്ഞത് റീന നെഗറ്റീവ് പറഞ്ഞു. എന്നെ കൊണ്ട് പറ്റില്ല, എനിക്ക് അതിനുള്ള കഴിവില്ല, അങ്ങനെ തന്നെ ക്രിയേറ്റ് ചെയ്യാനൊന്നും എന്നെ കൊണ്ട് പറ്റില്ല, അങ്ങനെ റീന പറഞ്ഞു. ആ ഒരു സമയത്താണ് റീന ടീച്ചിങ് പ്രാക്ടീസിന് ഒരു സ്കൂളിൽ പോയി തുടങ്ങിയത്. ടീച്ചിങ് പ്രാക്ടീസിന് പോയി കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ തന്നെ അവരെ റീനെ അവിടെ പ്ലേസ് ആക്കി. നല്ലൊരു സ്കൂളാണ്, ആലുവയിൽ തന്നെ ഉള്ളത്, CBSE സ്കൂളാണ്, നല്ല പാക്കേജും ഉണ്ട്. അപ്പോൾ ഓൾമോസ്റ്റ് ആ അക്കാദമിക് ഇയർ കഴിയാറായപ്പോഴായിരുന്നു. അപ്പൊ നെക്സ്റ്റ് അക്കാദമിക് ഇയറിലേക്ക് ഈ വെക്കേഷൻ സമയത്ത് ടീച്ചേഴ്സിനുള്ള ട്രെയിനിങ് ഉണ്ടായിരുന്നു. ആ ടൈമിൽ തന്നെയാണ് നമ്മൾ ഈ റെക്കോർഡും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നത്. ജോബ് കിട്ടിയപ്പോൾ റീനെ ഒന്ന് സമാധാനമായി, സന്തോഷമായി. ഇത്രയും കാലം അങ്ങനെ വീട്ടിലിരുന്നതിന്റെ ഒക്കെ ആ ഒരു ഫ്രസ്ട്രേഷനും വിഷമമൊക്കെ മാറി ആള് ഭയങ്കര ഹാപ്പിയായി. അപ്പോൾ റെക്കോർഡ് കൊടുത്ത സമയത്തിനോട് അടുത്ത് തന്നെയാണ് അവിടെ ഇവർക്ക് അടുത്ത അക്കാദമിക് ഇയറിലേക്ക് ടീച്ചേഴ്സിനെ ഗ്രൂം ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് ക്ലാസ് കൊടുത്തത്. ക്ലാസ് കിട്ടി, പിറ്റേ ക്ലാസ്സിൽ റീന വന്നിട്ട് റീനയുടെ ഫീഡ്ബാക്ക് ഷെയർ ചെയ്യുമായിരുന്നു. റീന പറയാ, മിസ് ഞങ്ങളെ അവിടെ 6 പേരുടെ ഗ്രൂപ്പാക്കി സ്റ്റാഫിനെ. ഞങ്ങൾക്ക് തന്ന ആക്ടിവിറ്റി ആയിരുന്നു സ്റ്റോറി മേക്കിംഗ്. ഒരു ഐഡിയ ഇല്ലായിരുന്നു, വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സ്റ്റോറി അവര് നിമിഷ നേരം കൊണ്ട് ഈ 6 പേരും കൂടി ചേർന്ന് ക്രിയേറ്റ് ചെയ്തു. റീന പറയായിരുന്നു, എനിക്കപ്പോ എഴുതാൻ പറ്റുന്ന എനിക്ക് മനസ്സിലായി. ഓൺ ക്രിയേഷനായിട്ട് സ്റ്റോറിയും റൈമും അതൊരു വലിയൊരു എന്താ പറയാ, വലിയ ഹമലയൊന്നുമല്ല, വലിയ ടാസ്ക് ഒന്നുമല്ല. നമ്മളൊന്ന് ഇരുന്ന് മനസ്സ് വെച്ചിരുന്ന് കഴിഞ്ഞാൽ ചെയ്യാൻ പറ്റുന്ന മനസ്സിലായിട്ട് റീന നല്ലപോലെ തന്നെ താനെ സ്റ്റോറി റൈം എഴുതി. ആ ബാച്ചിന്റെ ടോപ്പറാണ് റീന, ശരിക്കും നമ്മുടെ മോണ്ടിസോറി ഇതിലെ ടോപ്പറാണ് റീന. അപ്പൊ നമ്മളുടെ ആ ഒരു
നമുക്ക് എന്തൊക്കെയോ സ്കില്ലും അഭിരുചികളും ഉണ്ട്, ആപ്റ്റിറ്റ്യൂഡും ഉണ്ട്. ഇത് മനസ്സിലാക്കി അതിനെ ഡെവലപ്പ് ചെയ്തെടുക്കുന്ന രീതിയിലുള്ള ഒരു ടീച്ചിങ് ലേണിംഗ് സെന്റേഴ്സ് അവർ പ്രൊവൈഡ് ചെയ്യുന്ന വർക്ക്ഷോപ്പുകൾ. എക്സാമ്പിൾ ആയിട്ട് പറയുന്നുണ്ട്, നമ്മുടെ കഴിവുകൾ സ്റ്റോറി ടെല്ലിങ്ങിലായിരിക്കാം, ചിലപ്പോൾ ക്രാഫ്റ്റ് വർക്കുകളിലായിരിക്കാം, മ്യൂസിക്കിലായിരിക്കും, ഡ്രാമയിലായിരിക്കും, അങ്ങനെ എന്താണ്. ഓക്കെ, സ്റ്റോറി എന്നൊക്കെ പറയുമ്പോൾ ഇമാജിനേഷൻ, ക്രിയേറ്റീവ് യൂസ് അല്ലെ, ലാംഗ്വേജിന്റെ ക്രിയേറ്റീവ് യൂസ്, ഇതൊക്കെയാണ് സ്റ്റോറി ടെല്ലിങ്ങിൽ വരുന്നത്. അപ്പം മുന്നിൽ വരുന്ന സ്റ്റുഡൻസിനെ നമ്മൾ അടുത്തേക്ക് പിടിച്ചിരുത്തണമെങ്കിൽ നമ്മൾ ഭയങ്കര ഇന്നോവേറ്റീവ് ഐഡിയാസിലെ പല കാര്യങ്ങളും അവരുടെ മുന്നിൽ റെപ്രസെന്റ് ചെയ്ത് വരും. പിന്നെ അതുപോലെ തന്നെ ബുള്ളറ്റിൻ ബോർഡ്സ് ഒക്കെ ക്രിയേറ്റ് ചെയ്യാം. ബുള്ളറ്റിൻ ബോർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കണ്ടിട്ടില്ലേ, വാളിൽ ഇങ്ങനെ വലിയ ബോർഡ് ഇങ്ങനെ വെച്ചിട്ടുണ്ടാവും. ചിലപ്പോ ഗ്രീൻ ബാക്ക്ഗ്രൗണ്ടോ ഗ്രീൻ ഒരു കുഷ്യൻ എഫക്ട് പോലുള്ള ഒരു ഷീറ്റ് ഒക്കെ വെച്ചിട്ടുള്ള, അല്ലെങ്കിൽ ബ്ലൂ അങ്ങനെയൊക്കെ വെച്ച് അതിനകത്ത് നമുക്ക് എന്തെങ്കിലും ന്യൂസ് എന്തെങ്കിലും വെച്ചിട്ട് നമുക്ക് പിൻ ചെയ്ത് വെക്കാവുന്ന രീതിയിലുള്ള ബുള്ളറ്റിൻ ബോർഡ്സ് ഉണ്ടാവും, എന്തെങ്കിലുമൊക്കെ പോസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സർഫസ്. പിന്നെ എന്തെങ്കിലും മെസ്സേജ് കൊടുക്കാവുന്ന പറ്റുന്ന രീതിയിലുള്ള അത്. പിന്നെ ഇതുപോലെ സ്റ്റോറി, പോയം, അതിന് വേണ്ടുന്ന എന്തെങ്കിലും ഏരിയ അതൊക്കെ എഴുതി വെക്കാവുന്ന രീതിയിൽ മാഗസൈൻസ് ഇറക്കുന്നുണ്ടല്ലോ. ഓക്കെ, അതെല്ലാം റീഡിങ് കോർണേഴ്സ്, ക്ലാസ് റൂമുകളിൽ റീഡിങ് കോർണേഴ്സ് വെക്കാം, കുറച്ച് ബുക്സ് വെക്കാം, ലൈബ്രറി ഓൾറെഡി ഉണ്ടാകും. പിന്നെ പല രീതിയിലുള്ള റിസർച്ച് പ്രോജക്റ്റുകൾ, അങ്ങനെ പല കാര്യങ്ങളും ടീച്ചർമാരെ എങ്ങനെ അവർക്ക് സ്റ്റുഡൻസിലേക്ക് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാവുന്നത് എങ്ങനെ പ്രൊമോട്ട് ചെയ്യാം, അതൊക്കെയാണ് ഇതിൽ വരുന്നത്. ഓക്കെ, പിന്നെ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുമ്പോൾ അവർക്ക് മിഷൻ, അതുപോലെ തന്നെ പല ഗോൾസും ഉണ്ടായിരിക്കും, അവർക്കൊരു വിഷൻ ഉണ്ടായിരിക്കും അല്ലെ. അപ്പൊ അങ്ങനെ പല കാര്യങ്ങളും ഇൻസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാകും. ഇത് വളരെ ഇമ്പോർട്ടന്റ് തന്നെയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. ഈ പ്ലാനിങ് പ്രോസസ്സിൽ എന്താണോ ഇൻസ്റ്റിറ്റ്യൂഷൻ എയിം ചെയ്ത് വെച്ചിരിക്കുന്ന ഗോള്, അതിലേക്ക് എത്തുക, അത് അച്ചീവ് ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് തന്നെയാണ്. അപ്പൊ അതിന് യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡ് സോട്ട് അനാലിസിസ്. പലപ്പോഴും ക്ലാസ്സിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടാവും സോട്ട് അനാലിസിസിനെ കുറിച്ച്, അത് വരുന്നുണ്ട് ഇനി അടുത്ത പാരഗ്രാഫിൽ. ഓക്കെ, വിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പല ഇൻസ്റ്റിറ്റ്യൂഷനും പല മാനേജ്മെന്റിന്റെ അണ്ടറിൽ പ്രവർത്തിക്കുന്നതായിരിക്കും. ചിലപ്പോൾ ഏതെങ്കിലും ട്രസ്റ്റിന്റെ കീഴിലുള്ള സ്കൂളുകളോ കോളേജുകളോ ആയിരിക്കാം, ചിലപ്പോൾ ഏതെങ്കിലും റിലീജിയസ് ആയിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള ഏതെങ്കിലും മാനേജ്മെന്റ് ആയിരിക്കാം, അങ്ങനെ അല്ലെങ്കിൽ ചില വ്യക്തികൾ ചേർന്നിട്ട് ആ ഒരു രീതിയിലുള്ളതായിരിക്കാം. അപ്പൊ ഓരോ സ്കൂളിന്റെ വിഷൻ പലതായിരിക്കും. അത് അവരുടെ ചില സെറ്റ് ഓഫ് ബിലീഫുമായിട്ട് കണക്ട് ചെയ്തിട്ടുള്ള ആ ഒരു ഓർഗനൈസേഷന്റെ ബിലീഫുമായിട്ട്. സ്കൂളിൽ നിന്നാണ് കുട്ടികളിലേക്ക് ഓരോ വാല്യൂസും കാര്യങ്ങളും എല്ലാം പോകുന്നത്. അപ്പൊ അതിനനുസരിച്ച് അതിലെ ആളുകള്, എൻവിയോൺമെന്റ്, കൾച്ചർ, സ്ട്രക്ചർ, ഫെസിലിറ്റീസ്, പ്ലാനിങ്, പ്രോസസ്, ഇതെല്ലാം വരും. അപ്പൊ ഈ വിഷൻ പല ടൈപ്സ് ഉണ്ട്. വിഷൻ നമ്മൾ പറഞ്ഞു ചില സെറ്റ് ഓഫ് ബിലീഫ്സുമായിട്ട് കണക്റ്റഡ് ആണ്. പല ടൈപ്പ് ഉണ്ട്. നിയർ വിഷൻ, ഡിസ്റ്റന്റ് വിഷൻ, അത് 2 ടൈപ്സ് ആണ്. ഈ ഡിസ്റ്റന്റ് വിഷനെ നമ്മൾ ഡ്രീം അല്ലെങ്കിൽ ഇമാജിനേഷൻ എന്ന് പറയും. കുറെ അധികം മേ ബി നമുക്ക് എത്രയും പെട്ടെന്ന് ഉള്ള ഒരു വിഷൻ അല്ല. ഇത് എന്താ പറയാ, പോയ കാലങ്ങളിലോ അല്ലെങ്കിൽ കുറച്ച് ആ ഒരു വിഷൻ നമ്മൾ ലേറ്റർ യൂസ് ചെയ്യുക, ലേറ്റർ അതുമായിട്ട് കണക്ട് ചെയ്യുന്നതോ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും. ഷോർട്ട് ടേം വിഷൻ എന്നുള്ളത് വിസിബിൾ റേഞ്ചിൽ കാണുന്ന ഒരു വിഷൻ ആയിരിക്കാം. ടൈം ആൻഡ് ക്വാളിറ്റി അനുസരിച്ച് വിഷൻ എന്ന് പറയുന്നത് ഒരു ക്രിയേറ്റീവ് ആയിട്ടുള്ള ഒരു എഫേർട്ടാണ് വിഷൻ എന്ന് പറയുന്നത്. നമ്മൾക്ക് പല പോളിസി, എത്തിക്സ് എന്നൊക്കെ നമ്മൾ പറയില്ലേ, ഒരു ആസ് എ പേഴ്സൺ നമുക്ക് പല എത്തിക്സ് ഉണ്ടാവും. അതുപോലെ ചില ഓർഗനൈസേഷന് അവർക്ക് അവരുടേതായ പോളിസി, എത്തിക്സും ഉണ്ടാവും എന്ന് പറയുമല്ലോ, അതുപോലെ തന്നെയാണ് ഇത്. ഇത് എക്സാമ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാനൊരു ഇന്റർവെൻഷൻ നടത്തുന്ന ഒരു സ്കൂളിനോട് ചേർന്നിട്ട് ഒരു ആരാധനാലയം ഉണ്ടായിരുന്നു. വളരെ അടുത്താണ് കേട്ടോ. അത് കാരണം ഈ ആഘോഷങ്ങൾ ആ സ്കൂളില് കാര്യമായി നടത്താറില്ല, ചെറിയ രീതിയിൽ നടത്തുള്ളൂ. അതായത് കുട്ടികൾ ഭയങ്കര ബഹളം വെച്ചുള്ള ആഘോഷങ്ങൾ നടത്തില്ല. കാരണം തൊട്ടടുത്തതുള്ളതെന്ന് പറഞ്ഞാൽ അത് ആ ഒരു അവിടുത്തെ മാനേജ്മെന്റിന്റെ ഒരു വിഷൻ ആയിരിക്കും. ഓക്കെ, അതുകൊണ്ട് നമ്മൾ ഇത്ര ഡിസിപ്ലിൻ ആയിരിക്കണം എന്നുള്ള രീതിയിൽ മാനേജ്മെന്റിന്റെ ഒരു രീതിയായിരുന്നു. അതുകൊണ്ട് അവിടെ അങ്ങനെ ഭയങ്കര ആഘോഷങ്ങളൊന്നും നടക്കാറുണ്ടായിരുന്നില്ല സ്കൂളിൽ. ഓക്കെ, അപ്പൊ വിഷൻ 2 ടൈപ്പ്, നിയർ വിഷൻ ആൻഡ് ഡിസ്റ്റന്റ് വിഷൻ. ഓക്കെ, നെക്സ്റ്റ് മിഷൻ.
മിഷൻ എന്ന് പറയുന്നത് നമ്മുടെ ഗോളിന്റെ എൻഡ്, ആ ഒരു എൻഡ് ഓഫ് ദ റോഡ് എന്ന് പറയുന്ന പോലെ നമ്മൾ എന്തെങ്കിലും എയിം വെക്കുവാണെങ്കിൽ ആ എൻഡ് ഓഫ് ആ സ്കൂളിനെ അച്ചീവ് ചെയ്യാൻ സ്കൂൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളായിരിക്കാം എയിം, ഗോൾ എന്നൊക്കെ പറയുന്നത്. അപ്പൊ അതിന്റെ എൻഡ്, അതാണ് മിഷൻ എന്ന് പറയുന്നത്. ആ ഒരു മിഷൻ സക്സസ് ആയി എന്നൊക്കെ നമ്മൾ പറയില്ലേ, എന്തെങ്കിലും ഒരു ആക്ടിവിറ്റി സക്സസ് ആയി കഴിയുമ്പോൾ, ഇപ്പം ചന്ദ്രയാനൊക്കെ ചെയ്തപ്പോൾ മിഷൻ സക്സസ് ആയിരുന്നു. അപ്പൊ നമ്മളുടെ എൻഡ് ഓഫ് ദാറ്റ് ഗോൾ, അതാണ് മിഷൻ എന്ന് ഉദ്ദേശിക്കുന്നത്. ഗോൾസ് ആർ ലൈക്ക് മൈൽ പോസ്റ്റ്. ഓരോ ഗോളും മിഷൻ, അച്ചീവ്മെന്റ് ഓഫ് എ മിഷൻ ആണ്. ഇപ്പോ സ്പോർട്സ് ഏരിയയില് നമുക്ക് ഇത് അച്ചീവ് ചെയ്യണം, അങ്ങനെ ഒരു ഗോൾ സെറ്റ് ചെയ്ത് വെക്കും. പിന്നെ യൂത്ത് ഫെസ്റ്റിവൽ ആണെങ്കിൽ ആർട്സ് പരമായിട്ടുള്ള കാര്യങ്ങളിൽ നമുക്ക് ഇത് അച്ചീവ് ചെയ്യണം. ചില സ്കൂളുകളിൽ നമുക്ക് നെക്സ്റ്റ് അക്കാദമിക് ഇയർ തീരുമ്പോഴേക്കും നമുക്ക് ഇത്ര A+ കിട്ടണം, അങ്ങനെയൊക്കെ പറഞ്ഞെങ്കിൽ ഫുൾ 100% വിജയം, അങ്ങനെയൊക്കെ പറഞ്ഞ ഓരോ ഗോൾ സെറ്റ് ചെയ്യും. അപ്പൊ അങ്ങനെ ഓരോരോ മിഷൻ, അല്ലെ, അച്ചീവ്മെന്റ് ഓഫ് എ മിഷൻ. ഈ ഗോള് നമ്മൾ സെറ്റ് ചെയ്തിട്ട് ചുമ്മാ അങ്ങ് സെറ്റ് ചെയ്ത് വെക്കുകയല്ല, അതിലേക്ക് എത്താനായിട്ട് കുറേ കഷ്ടപ്പാടുണ്ടാക്കുമല്ലേ. ആ ഒരു പ്രോഗ്രാം നമ്മൾ ഡിസൈൻ ചെയ്യും. ആ ഗോളിലേക്ക് എത്താനായിട്ട് ഏതെല്ലാം രീതിയിലുള്ള വഴി വേണം, എങ്ങനത്തെ പ്രോഗ്രാം സെറ്റ് ചെയ്യണം എന്നുള്ളത്. ഇനി അസസ്മെന്റ്, അനാലിസിസിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന പല കാര്യങ്ങൾ, അതാണ് സോട്ട് അനാലിസിസ് നമ്മൾ പറഞ്ഞു. സാധാരണ ഞാൻ സോട്ട് അനാലിസിസിനെ കുറിച്ച് ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. ഇൻ സോട്ട് അനാലിസിസ് ലെറ്റർ S സ്റ്റാൻഡ്സ് ഫോർ ഡാഷ്, അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് എന്തായാലും ചോദിക്കുന്നത്. S അല്ലെങ്കിൽ WOT ഏതാന്ന് വെച്ച് കഴിഞ്ഞാൽ അത് വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. അതിനകത്ത് സോട്ട് അനാലിസിസിലെ S എന്ന് പറയുന്നത് സ്ട്രെങ്ത്, W വീക്ക്നെസ്, O ഓപ്പർച്യൂണിറ്റീസ്, T എന്ന് പറയുന്നത് ത്രെഡ്സ്, ചലഞ്ചസ്, ത്രെഡ്സ്, ഇതെല്ലാം വരാം. അപ്പൊ നമ്മളൊരു കുട്ടിയെ അനലൈസ് ചെയ്യുമ്പോൾ നമുക്ക് ഈ മെത്തേഡ് യൂസ് ചെയ്യാം. ഒരു ഓർഗനൈസേഷന്റെ പെർഫോമൻസിനെ അനലൈസ് ചെയ്യുമ്പോൾ സോട്ട് അനാലിസിസ് യൂസ് ചെയ്യും. ഒരു ഇൻസ്റ്റിറ്റ്യൂഷന്റെ, നമുക്ക് എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ് നമ്മുടെ ഓർഗനൈസേഷൻ, അതിന്റെ പെർഫോമൻസ് അതെങ്ങനെയാണെന്ന് നോക്കാനായിട്ട് നമ്മൾ എടുക്കുന്ന ഒരു മെത്തേഡാണ് സോട്ട് അനാലിസിസ്. ഇതെല്ലാം ക്വാളിറ്റി ഡെവലപ്മെന്റും കാര്യങ്ങൾക്കും വേണ്ടിയിട്ടാണ് സോട്ട് അനാലിസിസ്. സോട്ട് അനാലിസിസിന്റെ പ്രത്യേകതയാണ് പറഞ്ഞത്. ഇതിന് നമുക്ക് വലിയ കോസ്റ്റ് ഒന്നുമില്ല, കാര്യമായ ഫണ്ടിങ് ഒന്നും ആവശ്യമില്ല ഈ അനാലിസിസ് മെത്തേഡിന്. അത് റിസൾട്ടും നല്ലതായിരിക്കും. സോട്ട് അനാലിസിസ് നമുക്ക് നമ്മുടെ സെൽഫ് ഇവാലുവേഷൻ സോട്ട് അനാലിസിസ് വെച്ച് ചെയ്യാം. നമുക്ക് നമ്മുടെ സ്ട്രെങ്ത് എന്താണെന്ന് നമുക്ക് അറിയാൻ പറ്റുമല്ലോ. സ്ട്രെങ്ത്, നമ്മുടെ വീക്ക്നെസ് ഉണ്ടാവും എവിടെയെങ്കിലും, നമുക്കൊരു എൻവയോൺമെന്റിൽ കിട്ടുന്ന ഓപ്പർച്യൂണിറ്റീസ്, അല്ലെങ്കിൽ നമ്മളെ തടസ്സപ്പെടുത്തുന്ന ചലഞ്ചസ്, ത്രെഡ്സ്, അടുത്തത്. ഇങ്ങനെ 4 ഏരിയ നമ്മളൊന്ന് വിശകലനം ചെയ്യണം, നമ്മളൊന്ന് അനലൈസ് ചെയ്യണം. എന്നിട്ട് എന്റെ സ്ട്രെങ്ത്തിനെ എനിക്ക് ഇനിയും കൂടുതൽ അപ്ഗ്രേഡ് ചെയ്യണം നമ്മൾ വിചാരിക്കണം. എന്റെ വീക്ക്നെസ്, അതിനെ എനിക്ക് ഓവർകം ചെയ്യാനായിട്ട് പറ്റണം. പിന്നെ വരുന്ന ഓപ്പർച്യൂണിറ്റീസ് ഞാൻ മാക്സിമം യൂസ് ചെയ്യുന്നു. ചലഞ്ചസിനെ അല്ലെങ്കിൽ ത്രെഡ്സിനെ എനിക്ക് ഓവർകം ചെയ്യാനായിട്ട് പറ്റണം. ഓക്കെ, അപ്പൊ നമ്മൾക്ക് ഒരു കാര്യം ചെയ്യണം. നമ്മുടെ പൊട്ടൻഷ്യൽ ഉണ്ട്, നമ്മുടെ സ്ട്രെങ്ത് ഉണ്ട്, നമുക്ക് ചില വീക്ക്നെസ് ഉണ്ട്, നമുക്ക് ആ കാര്യം പെർഫോം ചെയ്യാൻ പറ്റുന്ന ഓപ്പർച്യൂണിറ്റീസ് അവൈലബിൾ ആണ്, അല്ലെങ്കിൽ ഇല്ലെങ്കിൽ ഉണ്ടാക്കുന്നു നമ്മൾ. ചലഞ്ചസ് അല്ലെങ്കിൽ ത്രെഡ്സ് എന്ന് പറയുന്നത് നമുക്ക് ഷോർട്ട് ഓഫ് ടൈം ആണെന്ന് വിചാരിക്കാം. അപ്പൊ ഇതെല്ലാം വെച്ചിട്ട് നമ്മൾ ആ ഒരു കാര്യം എങ്ങനെ സക്സസ്ഫുൾ ആയിട്ട് ചെയ്യാൻ പറ്റും എന്നുള്ളത് ഈ ഒരു അനാലിസിസ് മെത്തേഡ് വെച്ചിട്ട് നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. ഒരു കുട്ടിയുടെ പെർഫോമൻസ് അനലൈസ് ചെയ്യാനും നമുക്കിത് പറ്റും. ഓർഗനൈസേഷന്റെ, ഇൻസ്റ്റിറ്റ്യൂഷന്റെ എല്ലാത്തിന്റെയും പെർഫോമൻസ് ഡെവലപ്പ് ചെയ്യുന്ന രീതികൾ മനസ്സിലാക്കാൻ പറ്റുന്ന നല്ലൊരു മെത്തേഡാണ് സോട്ട് അനാലിസിസ് എന്ന് പറയുന്നത്. ഓക്കെ, താഴെ പറയുന്നുണ്ട് സ്റ്റാർ ഇട്ടിട്ട് നമ്മളുടെ സ്ട്രെങ്ത് എന്തെന്ന് ഐഡന്റിഫൈ ചെയ്യണം, അതിനെ കൂടുതൽ സ്ട്രെങ്തൻ ചെയ്യാം. നമ്മൾക്ക് വരുന്ന വീക്ക്നെസ് അതിനെ റിഡ്യൂസ് ചെയ്യും, ഇല്ലാണ്ടാക്കാൻ പറ്റിയ ഇല്ലാതാക്കുക. പിന്നെ നമുക്ക് വരുന്ന ത്രെഡ്സ്, പ്രോബബിൾ ആൻഡ് പൊട്ടൻഷ്യൽ ത്രെഡ്സ് എന്താണെന്ന് ചെയ്യുക, അതിന്റെ ഇന്റൻസിറ്റി റിഡ്യൂസ് ചെയ്യുക ആ ത്രെഡ്സിന്റെ. കാരണം സ്കൂളാണെങ്കിൽ സ്കൂളിനെ അത് ഹാം ചെയ്യാത്ത രീതിയിൽ അതിനെ ഇല്ലാതാക്കുക. മാക്സിമം നമ്മുടെ ഓപ്പർച്യൂണിറ്റീസ് യൂസ് ചെയ്യുക. നമുക്ക് ഈ സ്ട്രെങ്ത്തും വീക്ക്നെസ്സും ഒക്കെ നമുക്ക് ഈസിലി ആയിട്ട് കൈകാര്യം ചെയ്യാനായിട്ട് പറ്റും. പക്ഷെ ഓപ്പർച്യൂണിറ്റീസും അതുപോലെ തന്നെ ഈ ത്രെട്ടും നമുക്ക് അതിന് സ്പെഷ്യൽ എഫേർട്ട് ചില സമയത്ത് വേണ്ടിവരും. സോട്ട് അനാലിസിസ് നമുക്ക് പലപ്പോഴും ഒരു ഇന്റർവ്യൂ രീതിയിലൊക്കെ നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. അങ്ങനെ ക്വസ്റ്റ്യനെയർ പോലെയോ ആളുകളോട് കാര്യങ്ങളൊക്കെ ചോദിച്ച് നമുക്ക് ഒരു ഷീറ്റിൽ അതിന്റെ ഡേറ്റാസ് ഒക്കെ ഫില്ല് ചെയ്ത് അങ്ങനെയൊക്കെ നിങ്ങളൊരു സർവേ ചെയ്തില്ലേ,
സർവേ ചെയ്തില്ലേ, ചൈൽഡ് കെയർ സയന്റിഫിക് ആണോ അല്ലയോ എന്നുള്ള സർവേയിൽ നമ്മൾ ക്വസ്റ്റ്യനേഴ്സ് ആയിരുന്നു അല്ലെ, അതിൽ നമ്മൾ ഫില്ല് ചെയ്യുമായിരുന്നു. യെസ്, നോ, സംടൈംസ്, നോട്ട് ഷുവർ എന്നൊക്കെ പറഞ്ഞ ആൻസർ ഫില്ല് ചെയ്യായിരുന്നു. ആ രീതിയിൽ നമുക്ക് സോർട്ട് അനാലിസിസ് ചെയ്യാം. അപ്പൊ ഇതൊരു കളക്ഷൻ ആണ്, കളക്റ്റീവ് ആൻഡ് ഒരു പ്രസന്റേഷൻ ആണ് ഈ എങ്ങനെയാണ് കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളത്. പിന്നെ പലപ്പോഴും സ്കൂൾ ഏരിയകളിൽ സോർട്ട് അനാലിസിസ് ചെയ്യുമ്പോൾ നമുക്ക് സ്റ്റാഫുമായിട്ട് ഓപ്പൺ ഡിസ്കഷനിലൂടെ സോർട്ട് അനാലിസിസ് ചെയ്യാം. ഓക്കെ, ക്വസ്റ്റ്യനെയർ ഇല്ലാതെ ചിലപ്പോൾ ഓപ്പൺ ഡിസ്കഷൻ, ഒബ്സർവേഷനിലൂടെ സോർട്ട് അനാലിസിസ് ചെയ്യാം. അങ്ങനെ പല പല മെത്തേഡ്സ്, നമ്മൾ സർവേയുടെ അതേപോലെ തന്നെ മെത്തേഡ്സ് തന്നെ നമുക്ക് സോർട്ട് അനാലിസിസ് ചെയ്യാൻ പറ്റും. കളക്ട് ചെയ്യുന്ന ഡേറ്റ ത്രൂ ക്വസ്റ്റ്യനെയേഴ്സ് അല്ലെങ്കിൽ ഒരു ചെറിയ ടെസ്റ്റ് നടത്തി അങ്ങനെ ഫീഡ്ബാക്ക്, QR കോഡ് സ്കാൻ ചെയ്ത് ഫീഡ്ബാക്ക് ഒക്കെ പല ഹോസ്പിറ്റലാണെങ്കിലും ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണെങ്കിലും പല ഓർഗനൈസേഷൻസ് ആണെങ്കിലും ചോദിക്കാറൊക്കെ ഉണ്ടല്ലോ. അതുപോലെ സോർട്ട് അനാലിസിസിൽ ഭയങ്കര ആക്സെപ്റ്റബിൾ ആണ്. പിന്നെ ഒന്നാമത്തെ കാര്യം കോസ്റ്റ് എഫക്റ്റീവ് ആണ് സോർട്ട് അനാലിസിസ് എന്ന് പറയുന്നത്. നമ്മൾ കുറെ ഗ്രൂപ്പിന്റെ ഡേറ്റ കളക്ട് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. സോർട്ട് അനാലിസിസ് നമുക്ക് ഇൻഡിവിജ്വൽ ബേസിസിലും ചെയ്യാം, കുറെ ഗ്രൂപ്പ് ഓഫ് ആളുകളുടെ രീതിയിലും ചെയ്യും. അതൊരു അസസ്മെന്റ് ആണ്. അതൊരു കളക്ട് ചെയ്ത ഡേറ്റയെ നമ്മൾ തന്നെ ഒന്ന് കറക്റ്റ് ആയിട്ട് അനലൈസ് ചെയ്ത് നമ്മൾ അതിൽ നിന്ന് സൊല്യൂഷൻ കണ്ടുപിടിക്കുന്നു. ഇതാണ് ശരിക്കും സോർട്ട് അനാലിസിസ് വരുന്നത്. ഓക്കെ, സോ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. നെക്സ്റ്റ് ക്ലാസ്സിൽ ബാക്കി നമുക്ക് എടുക്കാം. ഇത് സമയം കിട്ടുമൊക്കെ ആണെങ്കിൽ ഒന്ന് വായിച്ചു നോക്കൂ ഇനി വരുന്ന കാര്യങ്ങൾ. ഇനി ടീച്ചറുടെ റോളും ഒരു സ്കൂളില് എങ്ങനെയാണ് ടൈം മാനേജ് ചെയ്യുന്നത്, ടൈം ടേബിൾസിന്റെ ഇമ്പോർട്ടൻസ്, പാരന്റ്സും ടീച്ചേഴ്സും തമ്മിലുള്ള PT, പിന്നെ സ്കൂൾ എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഇക്വിറ്റി, നീതി കൊടുക്കുന്നു, ഇക്വാലിറ്റി, എല്ലാവർക്കും ഈക്വൽ ഓപ്പർച്യൂണിറ്റീസ് പ്രൊവൈഡ് ചെയ്യുന്നു അല്ലെ. എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞാൽ അങ്ങനെ തന്നെയല്ലേ. അവിടെ കാസ്റ്റ്, ക്രീഡ്, വലിയവനെന്നോ ചെറിയവനെന്നോ പണമുള്ളവനോ അങ്ങനെയുള്ള രീതിയൊന്നുമില്ല. എല്ലാവർക്കും എഡ്യൂക്കേഷൻ എന്നുള്ള രീതിയിലുള്ള ഇക്വിറ്റി, അങ്ങനത്തെ കാര്യങ്ങളെല്ലാം വരുന്നു. പിന്നെ ഇതിനുള്ള ചലഞ്ചസ് വരുന്നത് എങ്ങനെയാണ്, അങ്ങനെ ചലഞ്ച് വന്നു കഴിഞ്ഞാൽ അത് ശരിയാക്കാൻ നമ്മൾ എന്ത് ഓൾട്ടർനേറ്റീവ് മെത്തേഡ് എടുക്കണം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇതിനകത്ത് വരുന്നത്. നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് ചെയ്യാം. Okay, ma'am. Thank you. Okay. Thank you, ma'am. താങ്ക് യു. Thank you, ma'am.